ശ്രീമദ് ഭാഗവതം ക്ലാസ് 287. നമ്മൾ സ്കന്ധം 10 രണ്ടാം ഭാഗമായിട്ട് 85-ാമത്തെ അധ്യായമാണ് ഇന്ന് നോക്കുന്നത്. ഇത് മാതാവിന് മരിച്ചുപോയ പുത്രരെ കാട്ടിക്കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് കുറേ പുത്രന്മാരെ കംസൻ കൊന്നിട്ടുണ്ടല്ലോ. ആ പുത്രന്മാരെല്ലാം കാട്ടിക്കൊടുക്കുന്ന മാതിരിയാണ് ഇവിടെ പറയുന്നത്. നമുക്കെന്താണ് പറയുന്നതെന്ന് നോക്കാം. ശ്രീസുതൻ പറയുകയാണ്, ഒരിക്കൽ ബലരാമനും ശ്രീകൃഷ്ണനും അടുത്തു വന്ന് കാൽ പിടിച്ചപ്പോൾ, വസുദേവരുടെ അടുത്തു വന്ന് കാൽ പിടിച്ചപ്പോൾ സന്തോഷിച്ചുകൊണ്ട് വസുദേവർ പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പിൽ നമ്മൾ കണ്ടത് വസുദേവർക്ക് ഇത് കുട്ടികളായിട്ടാണ് തോന്നിയിരുന്നത്. ഇപ്പം നാരദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വസുദേവര് പോയിട്ട് വേദവ്യാസന് ഋഷികളോടെല്ലാം ഇനിയുള്ള എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞ അടുത്തുള്ള കുട്ടികളായിട്ട് ആളിരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ മതി. അതിന് പകരം വേദവ്യാസന്റെ ഋഷികളെ എടുത്തെല്ലാം പോട്ട വല്ല കാര്യമുണ്ടോ എന്ന നിലയിൽ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന നിലയിലാണ് ഇവിടെ കൃഷ്ണനും ബലരാമനും എല്ലാം ഉള്ളത്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഇപ്പോൾ വസുദേവൻ സന്തോഷിച്ചത് പറയുകയാണ്. 2 മാമുനിമാരുടെ പുത്രനെ പറ്റിയുള്ള വാക്കിനെ കേട്ട് അവരിൽ വിശ്വാസം ജനിച്ച അവർ പറഞ്ഞു. ആ മാമുനിമാർ പറഞ്ഞപ്പോഴാണ് ഈ കൃഷ്ണൻ ആരാണെന്നല്ല ഇവർക്ക് മനസ്സിലായത്. ഹേ കൃഷ്ണ, ഹേ ബലരാമ, 3 ഈ ലോകത്തിൻ്റെ കാരണഭൂതരായ ആ പ്രകൃതിയും പുരുഷനും അതിലും കവിഞ്ഞ പരമേശ്വരനുമായ ഭഗവാന്മാരെ ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങ് ലോകത്തിൻ്റെ കാരണഭൂതനാണ്, ഈ ലോകം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ശക്തിയാണ്. പ്രകൃതിയും പുരുഷനായിട്ട് മാറിയത് അങ്ങാണ്. ആ പ്രകൃതിക്കും പുരുഷനും പുല്ലും, അതായത് ദ്വയമായിട്ട് മാറിയിട്ടാണ് സൃഷ്ടി നടന്നത്. ആ ദ്വയമായി ആകുന്നതിന് മുമ്പിലുള്ള അതിലും കവിഞ്ഞു നിൽക്കുന്ന പരമേശ്വരൻ അങ്ങ് തന്നെയാണ്. അപ്പോൾ ആ പരമേശ്വരൻ തന്നെയാണ് അങ്ങെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജഗത്തിൻ്റെ ആധാരവും, യാതൊന്നിൽ നിന്നും പ്രകൃതി ഉണ്ടായോ അപ്പം എല്ലാറ്റിൻ്റെയും ആധാരമായിരിക്കുന്ന ഏതോന്നിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ ശക്തി, അങ്ങനെ യാതൊന്നായിട്ട് ഏത് പ്രകാരത്തിൽ യാതൊരു കാലത്ത് ഉണ്ടായ ആ പ്രകൃതിക്കും പുരുഷനും അധീശൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അപ്പം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലും അതിൻ്റെ പിന്നിലും ആധാരമായി എല്ലാം നിൽക്കുന്നത് അങ്ങ് തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങ് തന്നെയാണ് പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയത്. 5 ഇന്ദ്രിയജ്ഞാനങ്ങൾക്ക് വിഷമീഭവിക്കാത്ത ആത്മസ്വരൂപമായ തന്നിൽ നിന്നും തന്നെത്താൻ തനിക്കായി സൃഷ്ടിച്ച, ഇന്ദ്രിയങ്ങൾക്കെല്ലാം വിഷയങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ആ ശക്തിയെ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തിയെ മനസ്സിലാക്കുവാൻ കഴിയില്ല. അതെന്താണ്? ആത്മസ്വരൂപമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്, നമ്മിലെല്ലാമുള്ള ആത്മാവാണ്, ആ സത്തയാണ്. ആ ആത്മാവിൻ്റെ ആധാരമായ തന്നിൽ നിന്നു തന്നെയാണ് തനിക്ക് വേണ്ടി ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഈശ്വരനാണെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്യം വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വലിയ പ്രയാസമൊന്നുമില്ല. കാരണം ആദ്യം പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ഏക ശക്തി അതാണ് ഈശ്വരൻ, ബ്രഹ്മം. ബ്രഹ്മമേ ഉള്ളൂ, വേറൊന്നും തന്നെയില്ല. അപ്പോൾ അത് സൃഷ്ടിക്കുമ്പോൾ ഏതിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കുക? അത് തന്നെയായിട്ടാണ് മാറാൻ പറ്റൂ. ഉദാഹരണമായിട്ട്
നമ്മളിപ്പോൾ ഞാൻ മാത്രമേ ഈ വീട്ടിലുള്ളൂ, വീട്ടിൽ വേറെ ഒരു സാധനങ്ങളും ഇല്ല. ചായ ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട്, പക്ഷേ ചായക്ക് വേണ്ട ചായപ്പൊടിയോ പാലോ പഞ്ചസാരയോ അടുപ്പോ ഗ്യാസോ ഒന്നും തന്നെ ഇവിടെയില്ല, പാത്രങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. ആകെ ഞാൻ മാത്രമുണ്ട്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കേണ്ടിക്ക് എന്തേ വഴിയുള്ളൂ, ഒരു ചായ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഉണ്ടായിരിക്കുക? അപ്പം ചിന്തിക്കും പുറത്തു പോയിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണെന്ന്. അല്ല, പുറത്തുമില്ല, ലോകത്തിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ചായ ഉണ്ടാക്കണം. വേറെ ലോകത്തിൽ ഒരു സാധനവും ഇല്ല. അതേസമയം ഞാൻ ചായ ഉണ്ടാക്കിയെങ്കിൽ ഏതിൽ നിന്നാണ് ഉണ്ടാക്കാൻ പറ്റുക? ലോകത്തിലൊന്നുമില്ല, ആകെയുള്ളത് ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ എന്തായിട്ട് മാറണം? ചായയായിട്ട് മാറണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ലോകത്തിൽ വേറെ ഒന്നുമില്ല, ആകെയുള്ള ഞാനാണ്. അപ്പം ഞാനൊരു ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ വെള്ളമുണ്ടല്ലോ, മുക്കാഭാഗം വെള്ളം എന്നല്ല പറയുന്നത്, എങ്ങനെയോ ഞാൻ വെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി എങ്ങനെയല്ലോ അതിനകത്തുള്ള ആറ്റങ്ങളെയെല്ലാം എടുത്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് ചായപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് എന്നിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടാക്കാൻ പറ്റും, വേറെ ഒന്നുണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രൂപവും ഭാവവും ഇല്ലാത്തൊരു ബ്രഹ്മം. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് ഈ പ്രപഞ്ചമായി മാറിയത്, അത് തന്നെയാണ് പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാതെ വേറൊന്നിൽ നിന്നുണ്ടാക്കിയല്ല, അത് തന്നെയാണ് ഇതായിട്ട് മാറി. ഞാൻ തന്നെയാണ് ചായയായിട്ട് മാറാൻ പറ്റുള്ളൂ, കാരണം വേറൊന്നില്ല, ഞാൻ തന്നെ ചായയായി മാറണം. എന്നിൽ നിന്നുള്ള ഏതൊക്കെ ഒരു വിരലിൻ്റെ കഷ്ണം ചായയായി മാറുന്നു, ഇത് ദോശയായിട്ട് മാറുന്നു ഒരു കഷ്ണം. അപ്പം ഇത് കുറഞ്ഞു പോകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേദം ഒരു ഉത്തരവും പറഞ്ഞു. അത് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ അവിടെ വെച്ച് നിർത്തിയിട്ട് പോയത്. കാരണം ഇത് കുറയണം, ഇതിൽ നിന്ന് ഒരു കഷ്ണം ചായയായി മാറുകയാണെങ്കിൽ ഇവിടെ കുറയണം. അത് ആധുനിക സയൻസ് അംഗീകരിക്കുന്നില്ല. അല്ല, കുറഞ്ഞേ പറ്റൂ, പക്ഷെ ഇത് കുറയുന്നില്ല. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചായ ആയാലും ഇതിവിടെ ശേഷിക്കുകയും വേണം. അവിടെയാണ് സയൻസ് ശാസ്ത്രജ്ഞന്മാർ മതിയാക്കി വെച്ച് പോയത്. അപ്പോഴാണ് വേദം ഒരു ഉപദേശം പറഞ്ഞത്, ഒരു പുതിയ സയൻസ് തത്വം പറഞ്ഞത്, പാരാസയൻസ്. ഇതിൽ നിന്ന് കുറച്ച് ചായയായി മാറിയാലും ഇതിവിടെ തന്നെ നിൽക്കും, അതേ അളവിൽ നിൽക്കും, കുറയുമില്ല. പൂർണ്ണമിതം എന്നുള്ള തത്വം അതാണ് വേദവ്യാസം പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. സയൻസ് പറഞ്ഞതാണ്. ഈ സയൻസിന് പ്രപഞ്ചം ആദ്യമുണ്ടാകുന്ന ബ്രഹ്മത്തിൽ നിന്ന് എന്തെടുത്താലും ബ്രഹ്മം ശേഷിക്കും. അപ്പൊ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് ബ്രഹ്മം തന്നെയാണ് നമ്മളെല്ലായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ബ്രഹ്മം തന്നെയാണ്, എന്താ സംശയം? അപ്പൊ ആ തരത്തിൽ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ബ്രഹ്മം തന്നെയാണ്, നമ്മൾ ഈശ്വരനാണ്, നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് ചെയ്യിക്കുന്നതും അതാണ്. അതിനെന്തെല്ലാം ആകണം, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു, അങ്ങനെ ഉള്ളൂ. ഇപ്പോൾ എല്ലാം സൃഷ്ടിച്ച് എല്ലാത്തിൻ്റെയും അന്തരാമിയായി വർത്തിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ്. വെറുതെ ഞാനായി മാറുക മാത്രമല്ല ചെയ്തത്, എന്നിൽ ഇരുന്നു കൊണ്ട് ഞാനെന്നൊരു ചിന്തയും ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഭഗവാൻ ക്രിയാശക്തിയെയും പ്രാണനായും, അത് അതിൻ്റെ ക്രിയാശക്തിയിൽ നിന്നാണ് പ്രാണൻ ഉത്ഭവിക്കുന്നത്. നമ്മുടെ ബോധശക്തിയായ ജീവനെയും ഭവിച്ചിട്ട് ബോധത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായിരിക്കുന്നത്. അതായത് അത് തന്നെ ഞാനായി മാറിയിട്ട് അതിൻ്റെ ആ ക്രിയ ചെയ്യാനുള്ള ശക്തിയാണ്
എന്നിൽ പ്രാണനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ബോധത്തിൽ നിന്നാണ് ജീവൻ എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇതെല്ലാം അതുതന്നെയായി മാറിയിട്ട് എന്തു ചെയ്യുന്നു? എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അത് തന്നെയാണ്. ഇനി 6 പ്രാണാദികളായ പ്രപഞ്ച കാരണങ്ങളാൽ, പ്രാണാദികളിലൂടെയെല്ലാം പ്രപഞ്ചത്തിൻ്റെ കാരണമായി വർത്തിക്കുന്നത് ആ ശക്തിയെ പരമകാരുണികനായ ഈശ്വരൻ തന്നെയാണ്. പ്രാണാദികളായ, നമ്മളിലുള്ള പ്രാണാദികളായ പ്രപഞ്ച കാരണം, ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിൽ ഉള്ള എല്ലാം, ആ ശക്തികളെല്ലാം തന്നെ പരമകാരുണികനായ ആ ശ്രീ ഈശ്വരൻ തന്നെയാണ്. എല്ലാം ആ ശക്തിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാം പ്രവർത്തിക്കുന്നതും ആ ശക്തി തീരുമാനിച്ച വഴിയാണ്. ആദ്യം ഉണ്ടായില്ല, അതിനെന്തല്ലോ ആവണമെന്ന് തോന്നി, എന്തെല്ലോ ലോകം ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പം അത് തന്നെ പ്രമോദമായി മാറി, എല്ലാവരുമായിട്ട് മാറി. എന്നിട്ട് അവരിലൂടെ എന്തെല്ലോ അതെന്താണോ വിഭാവനം ചെയ്ത് അങ്ങനെയുള്ളൊരു ലോകം ഉണ്ടാക്കുന്നു. അപ്പം എല്ലാം ആ ശക്തിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. അചേതനങ്ങളായ അങ്ങയ്ക്ക് ചേതനയായുള്ള ഈശ്വരനും വ്യത്യസ്തമാണ്. അചേതനയായ അങ്ങനെ അങ്ങിൽ നിന്നുണ്ടായതെല്ലാം അചേതനങ്ങളും ചേതനയുമായ അങ്ങ് രണ്ടും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ അചേതനങ്ങളായ ഈ ശരീരങ്ങൾ കാട്ടുന്നതെല്ലാം അങ്ങയുടെ ചേഷ്ടകൾ മാത്രമാണ്. അങ്ങെന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളെല്ലാം കാട്ടിക്കൂട്ടുന്നത്, എല്ലാം നമ്മൾ ചെയ്യുന്നത്. അതാണ് ചേഷ്ടകൾ എന്ന് പറയുന്നത്. പ്രാണാദികളുടെ നമ്മളെല്ലാം കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾ അതിൻ്റെ ചേഷ്ടകൾ തന്നെയാണ്. അതെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ചേഷ്ടകൾ കാണിക്കും. ഈ നൂൽ ബൊമ്മയുണ്ടല്ലോ, നിഴൽ നാടകം പണ്ട് ബൊമ്മ വെച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ നൂലിങ്ങനെ ചലിപ്പിക്കുന്നതനുസരിച്ച് ഇത് കയ്യും കാലും അനക്കും. അത് ചേഷ്ടകൾ കാണിക്കുകയാണ്. ഈ ബൊമ്മ നൂലിങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഇത് കൈ പൊന്തിക്കുകയും താക്കുകയും ചെയ്യും. അത് ആ ചേഷ്ടകൾ ആര് കാണിക്കുന്നത് തന്നെയാണ്? ഞാൻ കാണിക്കുന്നതാണ്. അതുപോലെ നമ്മൾ എന്തെല്ലാമാണോ കാണിക്കുന്നത് അതെല്ലാം അതിൻ്റെ ചേഷ്ടകൾ മാത്രമാണ്. ചന്ദ്രൻ 7 ചന്ദ്രൻ, അഗ്നി, സൂര്യൻ എന്നിവയുടെ കാന്തിയും തേജസ്സും പ്രഭയും പർവ്വതത്തിൻ്റെ സ്ഥിര സ്വഭാവവും ഭൂമിയിലെ സർവഭൂതങ്ങളുടെയും ഇരിപ്പും ഭഗവാൻ തന്നെ. ഇവിടെ ചന്ദ്രനായാലും അഗ്നിയായാലും സൂര്യനായാലും അതിനെല്ലാം എന്തെല്ലാം പ്രഭയുണ്ടോ ശോഭയുണ്ടോ. സൂര്യൻ എന്തെല്ലോ നമ്മൾ ഗുണങ്ങൾ കാണുന്നുണ്ട്, ചന്ദ്രന് കാണുന്നുണ്ട്, കാന്തിയെല്ലാം കാണുന്നുണ്ട്, തേജസ് കാണുന്നുണ്ട്, അതിന് പ്രഭ കാണുന്നുണ്ട്. പർവ്വതങ്ങൾ അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന കാര്യം തോന്നുന്നുണ്ട്. ഭൂമിയിലുള്ള സർവഭൂതങ്ങളുടെയും ഇരിപ്പും, ഭൂമിയിലുള്ള ഭൂതങ്ങളെല്ലാം പലതരത്തിലെല്ലാം നിൽക്കിയിരിക്കുകയെല്ലാം ചെയ്യുകയാണ്. അതെല്ലാം തന്നെ ഭഗവാന്റെ ചേഷ്ടകൾ തന്നെയാണ്, അല്ലെ ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാനാണ്, ഭഗവാൻ തന്നെയാണ്. അത് ഏതെല്ലാം കുറച്ച് പർവ്വതമായി ഇരിക്കുന്നതും ഭൂമിയിൽ ചലനാത്മകമായി ഇരിക്കുന്നതും എല്ലാം. ജലത്തിൻ്റെ ജനത്വത്തിനുള്ള ധർമ്മവും, ജലത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്, ആ ധർമ്മവും ജീവനാധാരമായ ധർമ്മവും, ജലമാണ് നമ്മളെ ജീവനെ നിലനിർത്തുന്നത്. ജലത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്, ആ ധർമ്മവും ജലമാണ് നമ്മളെ ജീവനെ നിലനിർത്തുന്നത്, ആ ധർമ്മവും ആ ജലവും അതിൻ്റെ രസവും, ആ ജലത്തിനുള്ള രസവും, അതിനെന്തെങ്കിലും രസമുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഇവിടെ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. വായുവിൻ്റെ ഇന്ദ്രിയ ശക്തിയും, വായു എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന സിഗ്നൽ സിസ്റ്റംസ്, ശ്വാസം മാത്രമല്ല, ശ്വാസവും അതിൻ്റെ ശേഷമുള്ള നാഡികളിലൂടെ സഞ്ചരിക്കുന്ന വായു രൂപത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് പൾസും അതെല്ലാമാണ് ഇന്ദ്രിയങ്ങളെ വർക്ക് ചെയ്യിക്കുന്നത്. ആ ഇന്ദ്രിയ ശക്തിയും അന്ധക്കരണ ശക്തിയും, നമ്മുടെ ഉള്ളിലുള്ള അന്ധക്കരണ ശക്തിയും ശരീരശക്തിയും സംസാരവും എല്ലാം
ഭവാന്റേത് തന്നെയാണ്. ഞാനീ സംസാരിക്കുന്നതും എന്നെ കൊണ്ടത് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എന്നെ സൃഷ്ടിച്ചിട്ട് എന്നിലൂടെ പറയിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. ഇനി 9, ഭവാൻ തന്നെ ദിക്കുകളും ആകാശവും. ഈ ദിക്കുകളെല്ലാം ഭവാൻ തന്നെ, ആകാശവും അത് തന്നെ. പര എന്ന പരസൈൻസ് ഈ പ്രപഞ്ചത്തിന് ആദിയിലുണ്ടായിരുന്നു. അതും പശ്യന്തി എന്ന നാദസ്വരൂപവും മധ്യമമായ പ്രാണവായുവും വൈഖരി എന്ന പദാർത്ഥങ്ങളുടെ വേർതിരിവും. അപ്പം പരയിൽ നിന്നാണ്, നിർഗുണമായ ആ പരയിൽ നിന്ന്, ആദ്യം പ്രപഞ്ചത്തിൽ രൂപവും ഭാവവും ഇല്ലാതെ ഒന്നായിരുന്നു ഉണ്ടായിരുന്ന ബ്രഹ്മമാണ് ഊർജമെല്ലാമായി മാറിയത്. പശ്യന്തി എന്ന നാമസ്വരൂപം, നാമം എന്ന് പറഞ്ഞാൽ ആദ്യം ശബ്ദമാണ് ഉണ്ടായത്. ശബ്ദമുണ്ടായിട്ട് പിന്നെ മധ്യമമായ പ്രാണവായുക്കളെല്ലാം ഉണ്ടായി. അതിൻ്റെ ശേഷമാണ് പദാർത്ഥങ്ങളെല്ലാമായി മാറിയത്. ആദ്യം നിർഗുണമായ ബ്രഹ്മം, പരാസൈൻസ്, അതിൽ നിന്നും ശബ്ദമുണ്ടായി. ശബ്ദത്തിൽ നിന്നും പിന്നെ വായു പോലെയുള്ള ദ്രവ്യങ്ങളുണ്ടായി, ഊർജമുണ്ടായി, ദ്രവ്യങ്ങളുണ്ടായി. പിന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാണുന്ന പദാർത്ഥങ്ങളും വേർതിരിവിന് കാരണം, ഇങ്ങനെ പലതായി വേർതിരിയാനുള്ള കാരണം ഭവാനാകും. അപ്പം സൃഷ്ടി ഇങ്ങനെ അങ്ങ് തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയത്. ഉദാഹരണമായിട്ട് എൻ്റെ ഈ കൈ പപ്പടം കുത്തേണ്ട ഒരു കമ്പുണ്ടല്ലോ, പപ്പടം കുത്തുന്ന സാധനം, അതായിട്ട് മാറണ്ടെങ്കിൽ ഇതിങ്ങനെ നീണ്ടു വരും. എന്നിട്ട് കമ്പി മാറിയോ പപ്പടം കുത്തിയെടുക്കും. ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ ചുരിയും. അതുവരെയാണ്, അതിൽ നിന്ന് തന്നെയാണ് ഈ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആകെ ഉണ്ടായിരുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇനി 10 പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രകാശന ശക്തിയും. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കേൾക്കുന്നതിനെല്ലാം പിന്നിൽ എന്താണുള്ളത്? പ്രകാശന ശക്തി. അതായത് പ്രകാശം എന്ന് പറഞ്ഞാൽ ഊർജം, എനർജി ആയിട്ടാണ്. കാണുന്നത് ശബ്ദോർജം, കാണുന്നത് പ്രകാശോർജം, കേൾക്കുന്നത് ശബ്ദോർജം. സ്പർശിക്കുമ്പോൾ ഒരുതരം സിഗ്നൽ സിസ്റ്റം നാഡികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നാവിൽ നിന്നാകുമ്പോൾ ഒരുതരം രാസ ഊർജം നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നുണ്ട്. അതിനെല്ലാം പിന്നെ തിരിച്ചറിയാൻ സഹായിക്കുകയാണ്. ശ്വസിക്കുമ്പോൾ ആ വായുവിലുള്ള ആ വസ്തു മൂക്കിലെ ചില സെൻസേഴ്സ് മനസ്സിലാക്കുന്നു. അവയെല്ലാം പ്രകാശന ശക്തിയും അവയുടെ അടിസ്ഥാന ദേവതകളുമെല്ലാം തന്നെ ഭവാനാണ്. ബുദ്ധിയും, നമ്മുടെ ബുദ്ധി എന്താണ്? ഭവാനാണ്. ജീവൻ്റെ ആത്മസന്താനവും ഭവാൻ തന്നെ. ഇനി 11 പഞ്ചഭൂതങ്ങൾക്ക് കാരണമായ താമസ അഹങ്കാരവും രജോ തമോ ഗുണം. തമോ ഗുണം പഞ്ചഭൂതങ്ങൾക്ക് കാരണമായ, പഞ്ചഭൂതങ്ങൾക്ക് തമോ ഗുണമാണുള്ളത്. അതങ്ങനെ കല്ലുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങ് കിടക്കും. പഞ്ചഭൂതങ്ങളെല്ലാം അങ്ങനെ തന്നെ കിടക്കുകയായിരിക്കും. ഇന്ദ്രിയങ്ങൾക്ക് കാരണമായ രാജസ അഹങ്കാരം. ഇന്ദ്രിയങ്ങളാണ് നമ്മളെ പല കർമ്മത്തിനും പ്രേരിപ്പിക്കുന്നത്. അത് രജോ ഗുണമാണ്. രജോ ഗുണത്തിൽ അടിസ്ഥിതമായ അഹങ്കാരമാണ്. മനസ്സിന് കാരണമായ സാത്വഗുണം, സാത്വിക അഹങ്കാരം. മനസ്സ് ശാന്തമായിരിക്കുന്ന മനസ്സാണെങ്കിൽ സാത്വിക അഹങ്കാരമാണ്. ഇതാണ് കർമ്മവാസനകൾക്കെല്ലാം. ഇതെല്ലാം കർമ്മവാസനകളോടുമായി ചേർന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം സത്വരജോ തമോ ഗുണങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. കർമ്മവാസനയ്ക്ക് ചേർന്ന ജീവനും. അപ്പം ജീവനാകുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഏതിനടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു? അതിന് കാരണമായ മായയും ഭവാനാകുന്നു. അതായത് എല്ലാം ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ധാരണ ഇല്ലാതെ മറച്ചുകൊണ്ട്, നമുക്കത് മനസ്സിലാകുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെല്ലാം
അതാണെന്ന് മറച്ചുകൊണ്ട്, അതാണ് മായ എന്ന് പറയുന്നത്. അതിൻ്റെ മായയേക്കാൾ നമ്മൾ ആ മായയിൽ അകപ്പെടുമ്പോൾ ഇതെല്ലാം പിന്നിൽ നിന്ന് അതാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് സത്യം മനസ്സിലാക്കാതെ നമ്മളെ കൊണ്ട് ഞാനെന്ന ചിന്തയുണ്ടാക്കിക്കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിവിശേഷം ആണ്. ദ്രവ്യങ്ങളുടെ രൂപഭേദങ്ങളാൽ നിലനിൽക്കാതിരിക്കുമ്പോൾ അവയ്ക്ക് കാരണഭൂതമായ ദ്രവ്യം പോലെ, ദ്രവ്യങ്ങളുടെ രൂപഭേദങ്ങൾ നിലനിൽക്കാതിരിക്കുമ്പോൾ അവക്ക് കാരണഭൂതമായ ദ്രവ്യം പോലെ, ദ്രവ്യമാണ് പല രൂപത്തിൽ പ്രകടമായി വരുന്നത്. ഉദാഹരണമായിട്ട് സ്വർണ്ണം എടുത്ത് നോക്കിക്കോളൂ. സ്വർണം ദ്രവ്യമാണ്. സ്വർണമാണ് ഒരു സ്വർണ്ണക്കടയിൽ കയറി കഴിഞ്ഞാൽ പല രൂപത്തിൽ പ്രകടമായി തീരുന്നത്. അങ്ങനെ പ്രകടമാകാതെ അവസ്ഥയിൽ വരുമ്പോൾ അതെന്തായി മാറും? അത് സ്വർണമായിട്ട് മാറും. പ്രകടമാകുമ്പോഴാണ് അങ്ങനെ പല രൂപത്തിൽ കാണുന്നത്. അങ്ങനെ രൂപത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ അതൊരു സ്വർണമായിട്ട് അവിടെ കിടക്കും. അത് രൂപാന്തരം പ്രാപിക്കുമ്പോഴാണ് പലതായി മാറിയിട്ട് ഷോക്കേസിൽ ഇങ്ങനെ നിറയുന്നത്. അതുപോലെ പ്രപഞ്ചത്തിലെ നശ്വരമായ പദാർത്ഥങ്ങളും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നശ്വരമായ പദാർത്ഥങ്ങളെല്ലാം തന്നെ സ്ഥിരമായി നിൽക്കുന്ന പരമാത്മ തത്വ ഭവാനാണ്. അതായത് സ്വർണം ഉണ്ടായിരിക്കുന്ന വളയും മാലയെല്ലായിട്ട് മാറിയിരിക്കുന്നതെല്ലാം നശ്വരമാണ്. അതൊരാൾ വള വാങ്ങിക്കൊണ്ടുപോകും, 2 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് മറച്ചു വെക്കുമ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും? അതിനെ ഉരുക്കിയിട്ട് പിന്നെയും സ്വർണ്ണമാക്കും. എന്നിട്ട് പിന്നെ ഉരുക്കിയിട്ട് ആദ്യം വേറൊരു തരത്തിൽ വളയാക്കും. അപ്പം അതെല്ലാം നശ്വരമാണ്. ഈ ഷോക്കേസിൽ നിൽക്കുന്ന സാധനമെല്ലാം നശ്വരമാണ്. വല്ലവരും വാങ്ങിക്കൊണ്ടുപോകും, കുറേ കാലം അവിടെ വെച്ചിട്ട് കൊണ്ടാന്ന് തിരിച്ചു വെക്കും. അല്ലാതെ അവിടെ കിടന്നിട്ട് തുരുമ്പടിച്ചിട്ട് കാര്യമില്ല. തുരുമ്പ് എന്നല്ല, ആ അർത്ഥത്തിൽ വെറുതെ അവിടെ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാലം ആരെങ്കിലും കൊണ്ടുപോയിട്ട് വിൽക്കുമ്പോൾ ഇവന്മാർ ഉരുക്കി പണ്ടത്തെ സ്വർണം തന്നെയാക്കും. ആ ദ്രവ്യം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നതെല്ലാം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം പഴയ അവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ആ പരമാത്മ തത്വമാകുന്ന ഭവാനിൽ നിന്നാണ്. അതിങ്ങനെ പലതായിട്ട് മാറും, നാളെ ഇല്ലാതാവും. നമ്മളുണ്ടാകുന്നില്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇല്ലാതായി പോകും. എവിടെ പോകുന്നു? ഒരു പിടിയില്ല. അതുപോലെ തന്നെ സത്വരജോ തമോ ഗുണങ്ങളും 13 അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളും സാക്ഷാൽ പരബ്രഹ്മമാകുന്ന ഭഗവാന്റെ മായാവൈഭവമാണ്. ഈ സത്വരജോ തമോ ഗുണങ്ങളിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോയിലൂടെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് സൃഷ്ടിക്ക് പിന്നിലും ഒന്നിക്ക സത്വരജോ തമോ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും. അത് സയൻസിലൂടെയുള്ളൊരു കാര്യമാണ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അനുസരിച്ചാണ് വസ്തുക്കൾ പലതായിട്ട് മാറുകയോ സ്ഥിരമായി നിൽക്കുകയോ ചെയ്യുന്നത്. അതെല്ലാം അതിങ്ങനെ പലതായി മാറുമ്പോഴാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ വസ്തുക്കൾ എടുത്തിട്ട് ഒന്നിനെ വേറൊന്നാക്കും, മറ്റേതാക്കും, പലതെല്ലാം ചെയ്യുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാകും. വേറൊന്നാക്കി വിൽക്കുമ്പോൾ നഷ്ടം വരികയാണെങ്കിൽ ദുഃഖം ഉണ്ടാകും. ഒന്നിനെ എടുത്ത് വിറ്റിട്ട് വേറൊന്നാക്കി മാറ്റി വിൽക്കുമ്പോൾ ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളെല്ലാം തന്നെ സാക്ഷാൽ പരബ്രഹ്മമാകുന്ന ഭഗവാന്റെ മായാവൈഭവമാണ്. ഇതെല്ലാം അങ്ങ് കാട്ടിക്കൂട്ടുന്നതാണ്. ഇതെല്ലാം ആരാണ് പറയുന്നത്? അമ്മയാണ്, അല്ല വസുദേവനാണ് പറയുന്നത്, അച്ഛനാണ് പറയുന്നത്. ഇനി 14 യാതൊരു കാരണത്താൽ സുഖദുഃഖങ്ങൾ ഭഗവാനിൽ കൽപ്പിക്കുന്നുവോ അതേ കാരണത്താൽ ഇവൻ ഭഗവാനിൽ ഇല്ല തന്നെ.
എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് നമ്മളായിട്ട് മാറിയെങ്കിലും അപ്പം നമ്മളുടെ സുഖദുഃഖങ്ങളും ആരെ തന്നെ ആയി വരണം? ഭഗവാന്റേതായിട്ട് കൽപ്പിക്കേണ്ടതാണ്. കാരണം ഭഗവാനാണ് നാമായി മാറിയതെങ്കിൽ നമ്മളുണ്ടാകുന്ന സുഖദുഃഖങ്ങളും ഭഗവാന്റേതാണെന്ന് നമ്മൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അക്കാര്യത്തിൽ അതിന് ഭഗവാൻ ഒരു പങ്കും ഇല്ല. ഭഗവാൻ തന്നെയാണ്, അല്ലെ ബ്രഹ്മം തന്നെയാണ് നമ്മളായി മാറിയത്. അപ്പം നമ്മൾ ബ്രഹ്മമാണ്. പക്ഷേ നമ്മളിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊന്നും ഭഗവാൻ യേശുന്നില്ല. അത് നമുക്കേ ഉള്ളൂ. ആ മായയിലകപ്പെട്ട നമുക്കാണുള്ളത്. അപ്പോൾ ഇത്തരം വികാരങ്ങൾ ഭഗവത്സ്ഥിതമായിരിക്കുമ്പോൾ അപ്പോൾ മാത്രം ഭഗവാനിൽ കൽപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ നമ്മളായി തീരുമ്പോൾ സുഖദുഃഖങ്ങളെല്ലാം നമ്മൾ ഭഗവാനിൽ കൽപ്പിക്കപ്പെട്ടു കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഭഗവാനെങ്കിൽ, ഭഗവാൻ തന്നെയാണ് നമ്മളായതെങ്കിൽ നമ്മളിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളും കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഭഗവാന് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ കൽപ്പിച്ചു കൊടുക്കാം. പക്ഷേ നമ്മളില്ലാതാകുമ്പോൾ പിന്നെ ആ ഭഗവാൻ എന്താണ്? നിർവികാരനാണ്. ഒരു രൂപവും ഭാവവും ഇല്ലാതായിട്ട് മാറും. രൂപവും ഭാവവും ഇല്ലാത്ത അതിനൊരു വിചാരങ്ങളുമില്ല. നമ്മളായി മാറുമ്പോഴാണ് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത് സുഖവും ദുഃഖവും എല്ലാം ഉണ്ട് എന്ന്. നമ്മൾ ഭഗവാൻ എന്ന നിലയിൽ സങ്കല്പിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതൊന്നും യഥാർത്ഥ ഭഗവാന് ഏശാൻ പോകുന്നില്ല. പതിനഞ്ച്, സത്യാദി ഗുണങ്ങളുടെ പ്രഭാവ കേന്ദ്രമായ ദേഹത്തിൽ സർവാത്മാവായ ഭഗവാന്റെ തിരിച്ചറിയാൻ കഴിയാത്ത സഞ്ചാരത്തെ അറിയുന്നവർ. അപ്പോൾ സത്വാദി ഗുണങ്ങളുടെ പ്രഭാവ കേന്ദ്രമായ ദേഹത്തിൽ, ഈ ദേഹം ഭഗവാൻ തന്നെയാണ്. ഇതിലാണ് സത്വാദി ഗുണങ്ങളുടെ പ്രഭാവ കേന്ദ്രം. എന്തെല്ലോ ഗുണങ്ങളുടെ കേന്ദ്രം എന്തെല്ലാണ്? എൻ്റെ ഈ മുടിയുടെ കേന്ദ്രം, ഇതിൻ്റെ ഗുണം മുടി ഇങ്ങനത്തെയാണ്, നെറ്റി ഇങ്ങനെയാണ്, മൂക്കിങ്ങനെയാണ്, ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ. ഞാനായി മാറ്റുന്ന ആ ഗുണങ്ങൾ. അപ്പോൾ സത്വാദി ഗുണങ്ങളുടെ പ്രഭാവ കേന്ദ്രമായ ദേഹത്തിൽ, അതെല്ലാം ഈ ദേഹത്തിലാണ് പ്രകടമാകുന്നത്. പക്ഷേ സർവാത്മാവായ ഭഗവാന്റെ തിരിച്ചറിയാൻ കഴിയാത്ത, അപ്പോൾ ഇങ്ങനെയുള്ള ദേഹത്തിൽ ഭഗവാൻ ആത്മാവ് രൂപത്തിലകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സർവത്ര ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ അറിയാൻ പറ്റുന്നില്ല നമുക്ക്. ഈ ഭഗവാനാണ് നമ്മുടെ ഉള്ളിലെല്ലാം ഇരുന്നു കൊണ്ട് കണ്ണിനെ ചലിപ്പിക്കുന്നതും നമ്മളെ ബുദ്ധിയെ ചലിപ്പിക്കുന്നതും നമ്മളെ നാഡികളെ ചലിപ്പിക്കുന്നതും എല്ലാം എന്നത് ശരീരം മുഴുവൻ അത് സഞ്ചരിച്ചിട്ട് ആത്മാവ് വ്യാപിച്ചിട്ട് സഞ്ചരിക്കുന്നത് അറിയാൻ കഴിയാത്തവർ ബോധമില്ലായ്മയുടെ ഫലമായി, ആ ബോധം നമുക്കില്ല. അത് ആ സഞ്ചരിക്കുന്നതിന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുള്ള, അതിൻ്റെ ഫലമായിട്ട് നമ്മൾ വിവിധ കർമ്മങ്ങളാൽ സംസാരത്തിൽ ഉഴലുന്നു. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സംസാരത്തിൽ, ഈ ലോകത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉഴലുന്നത്. അത് ഈശ്വരനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ അടിക്കില്ല. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞാനെന്ന ഒരു ചിന്തയാണ്. ആ ഞാനെന്ന ചിന്ത നമ്മൾ കളഞ്ഞിട്ട് എല്ലാം ആ ശക്തി തന്നെയാണ് ചെയ്യുന്നത് എന്ന ചിന്തയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ അത് നമുക്ക് പറ്റുന്നില്ല. നമ്മൾക്കാണപ്പം ഞാനെന്ന വികാരത്തിനാണ് യഥാർത്ഥത്തിൽ ഈ സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ നിന്ന് കഴിപ്പിക്കുന്ന കക്ഷിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല.
16. ഈ ലോകത്തിൽ ലഭിക്കാൻ പ്രയാസമായ മനുഷ്യദേഹത്തെ, ഈ ലോകത്തിൽ ഈ മനുഷ്യ രൂപം കിട്ടണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. കാരണം ഈ നാട്ടിൽ എത്രയോ ജീവജാലങ്ങളുണ്ട്, കോടിക്കണക്കിന്. അവർക്കൊന്നും മനുഷ്യൻ്റെ രൂപം കിട്ടിയിട്ടില്ല. അപ്പോൾ മനുഷ്യൻ്റെ രൂപം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്, വളരെ പ്രയാസമാണ്. പ്രയാസമായ മനുഷ്യദേഹത്തെ പ്രവർത്തിക്കാതെയും അവിചാരിതമായും ലഭിച്ചിട്ടുകൂടി, ഇത് പ്രവർത്തിക്കാതെയും അവിചാരിതമായിട്ട് ലഭിച്ചതാണ്. നമ്മൾ പ്രവർത്തിച്ചിട്ട് നേടിയെടുത്തതല്ല നമ്മളുടെ ഈ ജീവിതം, മനുഷ്യ ജീവിതം. ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഞാൻ കുറേ പ്രയത്നിച്ച് പാടുപെട്ട് ആരെയല്ലോ കാല് പിടിച്ചിട്ടൊന്നുമല്ല എനിക്ക് ഈ ജീവിതം കിട്ടിയിരിക്കുന്നത്, ഈ മനുഷ്യ ജീവിതം കിട്ടിയിരിക്കുന്നത്. പ്രവർത്തിക്കാതെ ലഭിച്ചതാണ്, അവിചാരിതമായിട്ടും എങ്ങനെയോ വന്നു പറഞ്ഞു, അതിൽ കൂടുതലൊന്നും ഇല്ല. ലഭിച്ചിട്ടുകൂടി, അങ്ങനെ ലഭിച്ച ദുർലഭമായി ലഭിക്കുന്ന ഈ ജീവിതം ഭഗവാന്റെ മായയാൽ തൻ കാര്യത്തിൽ മാത്രം അശ്രദ്ധയോടെ ഇരുന്നു കൊണ്ട്, അപ്പോൾ മുതൽ ഈ മായ നമ്മളെ പിടിപെട്ടുകൊണ്ട് ഭഗവാനെ പറ്റിയൊന്നും ചിന്തിക്കാതെ തൻ കാര്യത്തിൽ മാത്രം അശ്രദ്ധയോടെ ഇരുന്നു കൊണ്ട് ഈ ഉള്ളവൻ്റെ ആയുഷ്കാലം ഞാൻ കഴിച്ചുകൂട്ടി. അങ്ങേര് പറയുകയാണ്, എങ്ങനെയോ എനിക്കൊരു ജീവിതം കിട്ടി, ഞാൻ പ്രവർത്തിച്ചിട്ടൊന്നുമല്ല, അവിചാരിതമായൊരു ജീവിതം കിട്ടി. ആ കിട്ടിയ ജീവിതത്തിലാണെങ്കിൽ മായ അത് ഏതോ ഒരു ശക്തി എനിക്ക് തന്നെയാണ്. ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിൽ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എനിക്കിത് മനസ്സിലാകാതെ ഞാൻ ഇത്രയും കാലം ഞാനാണ്, എൻ്റേതാണ് എന്തെല്ലോ ചിന്ത വെച്ചുകൊണ്ട് എൻ്റെ ഇതുവരെയുള്ള ആയുഷ്കാലം ഞാൻ കഴിച്ചുകൂട്ടി. ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ കുറേ തൊലഞ്ഞു പോയി എന്ന് പറയുകയാണ്. ഞാനെന്ന ചിന്ത വെച്ചുകൊണ്ട് ഞാനെന്നും പുത്രപൗത്രാദികൾ മുതലായവ എൻ്റേതെന്നും, ഞാനെന്നും എൻ്റെ പുത്രൻ, എൻ്റെ പൗത്രൻ, എൻ്റെ ഭാര്യ, ഇങ്ങനെയെല്ലാം ചിന്ത ഉള്ളതായ സ്നേഹപാശത്താൽ, അങ്ങനെ ഒരു സ്നേഹപാശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആര്? ആ ശക്തി വിശേഷം ലോകത്തെ മുഴുവൻ ഭഗവാൻ ബന്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സ്നേഹപാശം ഉണ്ടാക്കിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഭഗവാൻ ബന്ധിച്ചിരിക്കുകയാണ്. എനിക്കൊരു കുട്ടിയെ എനിച്ചിട്ട് എന്നിലൊരു ചിന്ത, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി, എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ ഭാര്യ, ഇങ്ങനെയെല്ലാം ഒരു ബന്ധത്തിൽ അവൻ എൻ്റെ ശത്രു, ഇങ്ങനെയെല്ലാം ഉള്ളൊരു ബന്ധം കൊണ്ട് ബന്ധനത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഏത് പാശം? സ്നേഹമാകുന്ന പാശം കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പരസ്പരം കൂട്ടിക്കെട്ടി ഇട്ടിരിക്കുകയാണ്. ആര്? ഭഗവാൻ. അപ്പം എൻ്റെ മകൻ എന്നുള്ള ചിന്തയിലുണ്ടാക്കിയിട്ട് ഒരു സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക്. ആ മായ ചരടിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ ബന്ധങ്ങളെല്ലാം ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പാടുപെട്ട് നടക്കുന്നത്. എന്നിട്ട് പണ്ട് പറയാണ്, നിങ്ങളിരുവരും എൻ്റെ മക്കളല്ല. ഇതുവരെ അവരെൻ്റെ മക്കളെ മറ്റേത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പം വസുദേവനും തോന്നി ഇതൊന്നും എൻ്റെ മക്കളൊന്നുമല്ല, എന്നെ വെറുതെ സ്നേഹപാശത്താൽ എൻ്റെ മകൻ ഇതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇരുവരും എൻ്റെ മക്കളല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രകൃതിയും പുരുഷനുമായ ഈശ്വരനാണ്. ഈ നിലയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മളെല്ലാം പുരുഷനും പ്രകൃതിയും, ഞാൻ പുരുഷൻ, ഭാര്യ പ്രകൃതി, എല്ലാം പുരുഷനും പ്രകൃതിയായിട്ടങ്ങ് പോകണം. അപ്പോൾ നിങ്ങളെല്ലാം പുരുഷനും പ്രകൃതിയാണ്. ആ പുരുഷനും പ്രകൃതിയും ആരാണ്? ഭഗവാൻ ആണ്. അപ്പം നിങ്ങളൊന്നും എൻ്റെ മക്കളൊന്നുമല്ല, നിങ്ങൾ പുരുഷനും പ്രകൃതിയാണ്, അത് ഭഗവാൻ തന്നെയാണ്. അത് പുരുഷോത്തമനായ ഈശ്വരനാണ്. ഭൂമിക്ക് ഭാരമായവരെ നശിപ്പിക്കുന്നതിൽ അവതരിച്ചതാണെന്ന് ഭഗവാനും പറയുന്നുണ്ട്. അങ്ങ് പറയുന്നുണ്ട്, ഞാൻ ജനിച്ചത് ഭൂമിയിൽ അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ രൂപത്തിൽ ഞങ്ങൾ വന്നു തന്നെയാണെന്ന്. അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി എൻ്റെ വയറ്റിലൂടെ ഇങ്ങനെ വന്നു.
അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ വയറ്റിലോട്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എൻ്റെ പുത്രനായിട്ട് ഇങ്ങനെ വന്നു. അത്ര മാത്രമേ ഉള്ളൂ. എന്തോ ആവശ്യത്തിന് ഇങ്ങനെ ഒരു ബന്ധത്തിൽ വന്നിട്ട് പോയി എന്നതിൽ കവിഞ്ഞ് എല്ലാം ഭവാൻ തന്നെയാണ്. അതിനാൽ സംസാരഭയത്തെ അകറ്റുന്ന തൃപ്പാദ പത്മത്തെ ഇന്ന് ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ അങ്ങേ ശരണം പ്രാപിക്കുകയാണ്. ആര്? ഈ മക്കളെ. ഇതുവരെ മക്കളെ പറ്റി എന്തെല്ലോ ചിന്തിച്ച് നടന്നതാണ്. ഇപ്പോൾ പറയുന്ന ഞാൻ നിങ്ങളെ നാളെ ഇപ്പം മുതൽ ശരണം പ്രാപിക്കുകയാണ്. ഇന്ദ്രിയ തൽപരതയാൽ നശിച്ചു പോകുന്ന ശരീരത്തിൽ ആത്മദൃഷ്ടിയോടുകൂടിയവനായി ഭവാനിൽ പുത്രഭാവേന ഉണ്ടാക്കുന്ന ഇന്ദ്രിയപരമായ തൽപരത ഇത്രത്തോളം മതി. അതുകൊണ്ട് ഇന്ദ്രിയ തൽപരതയാൽ നശിച്ചു പോകുന്ന ഈ ശരീരം, ഇന്ദ്രിയങ്ങളുടെ തൽപരത കൊണ്ട് നമ്മളെന്തല്ലോ കാട്ടിക്കൊണ്ടുന്ന അവസാനം ഈ ശരീരം പോലും നശിച്ചു പോകും. ആത്മദൃഷ്ടിയോടുകൂടിയവനായി, ഇപ്പോൾ ഇനി ഞാൻ ആത്മദൃഷ്ടിയോടുകൂടി ഇരിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്താണ്? ആത്മാവാണ്. ആത്മാവാരാണ്? ഈശ്വരനാണ്. ഈ ശരീരമല്ല ഞാൻ, ആത്മാവാണ് ഞാൻ. ഇനി മുതൽ ആ തത്വത്തിൽ ഞാൻ ഇരിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഭഗവാനിൽ പുത്രഭാവന ഉണ്ടാകുന്ന ഇന്ദ്രിയപരമായ തൽപരത, നിങ്ങളെ എൻ്റെ പുത്രന്മാരാണ് എന്ന് ഈ ഇന്ദ്രിയങ്ങളിലൂടെ തോന്നിയാണല്ലോ, എൻ്റെ മകനാണ് എന്നെല്ലാം. ആ തൽപരത ഇത്രത്തോളം മതി. ഇനി ഇത്ര കാലം മതി. ഇതുവരെ മാത്രമേ എനിക്ക് നിങ്ങൾ മക്കളാണ്, എൻ്റെ മക്കളാണ് എന്നുള്ള തൽപരത ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി തന്നതാണ്. കണ്ടിട്ടും കേട്ടിട്ടും നിൻ്റെ വാക്ക് കേട്ടിട്ടും എല്ലാം ഉണ്ടായതാണ്. ഇനി ആ പുത്രൻ എന്ന ഭാവത്തിലുള്ള തൽപരത എനിക്ക് വേണ്ട. അതെല്ലാം ഈ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. ഞാൻ ആത്മാവാണ്. ആത്മാവാകുമ്പോൾ നീയും ആത്മാവാണ്, നീ ഈശ്വരനാണ്. ആ നിലയിലുള്ള ഇത് മതി ഇനി മുതൽ. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാര്യ മക്കളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഉടുതുണി അടക്കം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസത്തിലേക്ക് തിരിക്കേണ്ടത്. ഈ ഘട്ടത്തിലാണ് തിരിയുന്നത്, സന്യാസത്തിലേക്ക്. അപ്പം പിന്നെ പുത്രനും പൗത്രനും ഒന്നുമില്ല, ആത്മീയമായ ആ ചിന്തയോടുകൂടി. ഇനി 20 ജന്മരഹിതനെങ്കിലും അങ്ങ് ജനിച്ചവനല്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നവനെന്നല്ല, എങ്കിലും ഞാൻ ധർമ്മം നിലനിർത്തുവാൻ ഓരോ യുഗത്തിലും അവതരിച്ചിട്ടുണ്ടെന്ന് ഭഗവാൻ പറയുകയുണ്ടായി. പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ കാലത്തിലും അവതാരം ഞാൻ എടുത്തിട്ടുണ്ട് അധർമ്മികളായ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ജനിച്ചവനല്ല. അപ്പം ജനിക്കുന്ന ആരായിട്ടാണ്? നമ്മളെല്ലാം തന്നെയായിട്ടാണ് ജനിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ, അതായത് കൃതയുഗം കഴിയുമ്പോൾ ഒരു വലിയ ലോകമഹായുദ്ധം ഉണ്ടായിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധം, പരശുരാമ യുദ്ധം. ത്രേതായുധം കഴിയുമ്പോൾ കൊളോണിയലിസത്തിനെതിരെ 2-ാം ലോകമഹായുദ്ധം. അത് രാമൻ്റെ കാലഘട്ടം. പിന്നെ 3-ാം ലോകമഹായുദ്ധം നമ്മളിപ്പോൾ അതിൻ്റെ നടുവിലാണുള്ളത്. കൃഷ്ണൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ 3-ാം മഹാഭാരത യുദ്ധത്തിലെ 3-ാം ലോകമഹായുദ്ധം. ഈ കാലഘട്ടങ്ങളിൽ ചില വ്യക്തികളായിട്ട് വന്നിട്ട്, ആ വ്യക്തികൾ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. പക്ഷെ അവരത് അറിയുന്നില്ല. അവരെ ഏതോ പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ആ യജ്ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ശക്തി ആരാണ്? കൃഷ്ണൻ തന്നെയാണ് അവരിലൂടെ വന്നിട്ട് യുദ്ധങ്ങളെല്ലാം നയിക്കുന്നത്. ആ നിലയിൽ കാണണം. അല്ലാതെ നമ്മൾ ഭാവനയിൽ കാണുന്ന കൃഷ്ണൻ്റെ രൂപത്തിലൊന്നും ചിന്തിച്ചു പോകരുത്. കാരണം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജനിക്കുന്നില്ല. പിന്നെ വരുന്ന ആരായിട്ടാണ്? വേറെ രൂപത്തിൽ വന്നിട്ട് പലതും കാട്ടിക്കൂട്ടും. അതും ആ ശക്തി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും, പക്ഷേ വരുന്നത് ഓരോ രൂപത്തിലാണ്. അതാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ചില വ്യക്തികൾ, ഓരോ കാലഘട്ടത്തിൽ ഉദിക്കുന്ന വ്യക്തികളെ കൃഷ്ണനായിട്ട് കാണുക. അപ്പോൾ ഓരോ യുഗത്തിലും അവതരിച്ചിട്ടുണ്ടെന്ന് ഭഗവാൻ പറയുകയുണ്ടായി. ആകാശം പോലെ നിർമ്മലമായിരിക്കുന്നതിൽ നിന്നും, ആകാശം പോലെ
വിവിധ ശരീരങ്ങളെ കൈകൊള്ളുകയും അതിൽ നിന്ന് വിവിധ ശരീരങ്ങൾ കൈകൊള്ളുന്നുണ്ട്. ആകാശം തന്നെ ഈ ജ്യോതിർഗോളങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സൃഷ്ടിക്രമെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ കാലഘട്ടത്തിൽ വിവിധ ശരീരങ്ങൾ രൂപം കൊള്ളും. അങ്ങനെ രൂപം കൊണ്ട ഒരു ശരീരമാണ് ഇത്. എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഇത് പറയിപ്പിക്കുന്നത്. ഒടുവിൽ കൈവിടുകയും ചെയ്യും. എന്നിട്ട് കാര്യം കഴിയുമ്പോൾ ആ ശരീരത്തെ എടുത്ത് ദൂരെ കളയും. പക്ഷെ ആ കക്ഷി അവിടെ തന്നെ ഉണ്ടാവും. അതാണ് ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നത്. അത് തന്നെയാണ് വരുന്നത്. എന്നിൽ കിടക്കുമ്പോൾ എൻ്റെ ആത്മാവ് എന്ന് പറയാം, പ്രമോദിൻ്റെ ആത്മാവ് എന്ന് പറയാം. പ്രമോദിനെ എടുത്ത് കളയുമ്പം പിന്നെ ആത്മാവ് ആ ആത്മാവ് തന്നെ, ബ്രഹ്മം തന്നെ. എൻ്റെ ശരീരം എടുത്ത് ഉടുപ്പെടുത്തിടുമ്പോൾ ഒരു പേര് വരുന്നു, ഒരു നാമം വരുന്നു. യഥാർത്ഥത്തിൽ ആ ഭഗവാൻ ശരീരം ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് ആ ബ്രഹ്മം. ഈ സ്ഥലത്തുള്ള ബ്രഹ്മം പെട്ടെന്നൊരു ശരീരം എടുത്തിടുമ്പോൾ അത്രയും ഭാഗം പ്രമോദമായി തോന്നും. എന്നിട്ട് എന്തെല്ലോ ചെയ്യിപ്പിക്കും. ചെയ്ത് കഴിയുമ്പോൾ ഈ ശരീരം എടുത്ത് ദൂരെ കളയും. അതാണ് മരണം. ആത്മാവ് എവിടെയാണ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചത്, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഉദാഹരണമായിട്ട് എൻ്റെ 5 വിരൽ, ഈ വിരലിൽ ഒരു ശരീരത്തെ ഞാൻ എടുത്തിടുകയാണെന്ന് വെച്ചോ, ഇതെല്ലാം പ്രമോദമാണ്. ഈ വിരലിൽ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഏത് രൂപത്തിൽ പറഞ്ഞു, ഒരു എലിമാരിയുള്ള രൂപം എടുത്തിട്ട് ഞാനിങ്ങനെ ഇട്ട് വെച്ചെന്ന് വെച്ചോളാം. അപ്പോൾ ഇത് എലിമാരി തോന്നും. എലിമാരി മാതിരി ഇതിനെ കൊണ്ട് എനിക്ക് എലിമാരി എന്തെല്ലോ ചെയ്യിപ്പിക്കാം. എൻ്റെ അടുത്ത് കളയുന്നതേ ഉള്ളൂ. അപ്പോൾ ആത്മാവിനെന്തോ സംഭവിക്കും. ഇതാണ് ആത്മാവ്. ഇതിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, അതവിടെ തന്നെ ഉണ്ട്, ആ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ തന്നെ ഈ ശരീരം പോലില്ല, ഈ ഭാഗത്തല്ലേ ഞാൻ എടുത്തിട്ട് ഉടുപ്പെടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ ശരീരം, ഈ അടുത്തുള്ള ഈ തന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു ആത്മാവ് ബ്രഹ്മം അവിടെ ഒരു ശരീരം എടുത്തിട്ടിട്ടാണ് ഈ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെല്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ ചെയ്യിച്ചാൽ ഇതെടുത്തങ്ങ് കളയും. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഈ സാധനം തന്നെ ആത്മാവാണ്. ഇതാണ്, അതിന് മരണമില്ല. ഇങ്ങനെ കുറച്ച് കടന്ന് ചിന്തിച്ചിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്നിട്ടാ വിവിധ ശരീരങ്ങളെ കൈകൊള്ളുകയും ഒടുവിൽ കൈവിടുകയും ചെയ്യുന്നു. എങ്ങും വ്യാപിച്ചവനായ അങ്ങയുടെ യോഗമായ ആർക്കാണ് അറിയാനാവുക? എങ്കും വ്യാപിച്ച്, അപ്പോൾ ഇവിടെ എല്ലാം അതുണ്ട്. ഇവിടെയുള്ള ആത്മാവിൻ്റെ ഒരു ചെറിയ അംശത്തിലാണ് ഈ ഉടുപ്പെടുത്ത് ധരിക്കുന്നത് എന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ ഉടുപ്പെടുത്ത് കളയുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആത്മാവിന് മരണം, ആത്മാവാണ് ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ആത്മാവല്ല, ഈ ഉടുപ്പല്ല, ശരീരമല്ല. ആ നിലയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് എങ്ങും വ്യാപിച്ചവനായ അങ്ങയുടെ യോഗമായ ആർക്കാണ് അറിയാതെ. പക്ഷേ ഇതെങ്ങനെയാണ്, ആർക്കാണ് മനസ്സിലാക്കുക? ഇതെല്ലാം കുറച്ച് പാടാണ്. ഇത് 21 ശ്രീ സുഖൻ പറയുകയാണ്, ഇപ്രകാരമുള്ള പിതാവിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ ചിരിച്ചും വിനയാതീതനായി കൊണ്ട് പറഞ്ഞു, പുത്രന്മാരെ പറ്റിയുള്ള തത്വജ്ഞാനം അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു. പുത്രന്മാരെ പറ്റി, നമ്മളെ പറ്റിയുള്ള തത്വജ്ഞാനം അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു. ഏറ്റവും ആത്മയുക്തമായി ഞാൻ കടന്നു പറഞ്ഞത് ഭയങ്കര ആത്മീയപരമായിട്ട് ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലയോ യദുഷ് ശ്രേഷ്ഠ, 23 ഞാനും ഭവാനും ഈ നിൽക്കുന്ന ജ്യേഷ്ഠനും ദ്വാരവാസികളും സകല സാവര ജംഗമങ്ങളും ഇപ്രകാരം തിരിച്ചറിയപ്പെടണം. കൃഷ്ണൻ പറയാണ്, ഞാനും ജ്യേഷ്ഠനും അങ്ങും ഇവിടെ കാണുന്ന എല്ലാ പട്ടി പൂച്ച എല്ലാവും ഇതേ രൂപത്തിൽ കണ്ടുകൊള്ളുക. ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായി മാറിയതും
ഒടുവിൽ തിരിച്ചു പോകുന്നു. അപ്പം എല്ലാത്തിനും ഇതേപോലെ കണ്ടുകൊള്ളുക, സർവത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും സ്ത്രീ ആയാലും ആർത്തവുള്ള സ്ത്രീ ആയാലും അല്ലാത്ത സ്ത്രീ ആയാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഇതാണ് സനാതനധർമ്മം, വേദം പറയുന്ന സനാതനധർമ്മം. ആത്മാവ് കേവലം സ്വരൂപമാണ്. ആത്മാവാണ് ഈ ഉള്ളിലുള്ള അന്യം കിടക്കുമ്പോൾ സ്വരൂപം. യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. അത് സ്വയം പ്രകാശിക്കും. ആ ഒരു ആത്മാവ് ഈ ശരീരം കിട്ടുമ്പോൾ എന്തെല്ലോ ആയിട്ട് പ്രകാശിക്കും. ശരീരം എടുത്ത് കളയുമ്പോൾ അതൊന്നുമല്ല, വട്ടപ്പൂച്ച. ഈ ശരീരം എടുത്തിടുമ്പോഴാണ് അതിനെന്തെല്ലോ ആയിട്ട് തോന്നുന്നത്, പ്രകാശിക്കുന്നത്. പക്ഷേ അതിന് ആദ്യമില്ല, അന്തവുമില്ല, അറ്റവുമില്ല, മധ്യവുമില്ല. അതിന് ആദ്യവും അന്ത്യവും ഈ പറയുന്ന വിരൽ പറഞ്ഞല്ലോ, അതിന് ആദ്യമില്ല, അന്ത്യവുമില്ല. എൻ്റെ വിരലിനുണ്ട്. ആ ബ്രഹ്മത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല, മദ്യമൊന്നും തന്നെയില്ല. ഗുണരഹിതനാണ്, അതിനൊരു ഗുണവുമില്ല. ഈ വിരലിനെന്ത് ഗുണമാണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മേലെ ആ എലിയുടെ ഒരു രൂപം എടുത്ത് വെക്കുമ്പോഴാണ് എലി കാണിക്കുന്ന മാതിരി തോന്നുക. അല്ലാതെ ഇതിപ്പം ഇങ്ങനെ ആക്കിയാൽ എലി കളിക്കുന്ന മാതിരി തോന്നുകയില്ല. വിരൽ ചലിപ്പിക്കുന്ന മാതിരിയേ തോന്നുള്ളൂ. പക്ഷേ ഒരു എലിയുടെ രൂപത്തിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ എലി ഇങ്ങനെ ചാടി കളിക്കുന്ന മാതിരി തോന്നും. അതുപോലെ അത് ഗുണരഹിതനാണ്, അതിനൊരു ഗുണവുമില്ല. പക്ഷേ അതിനാൽ തന്നെ ഉളവാക്കപ്പെടുന്ന പ്രകൃതി ഗുണങ്ങളാൽ പലതരത്തിലായി അനുഭവപ്പെടുന്നു. അതിനാൽ ഉണ്ടാക്കപ്പെടുന്ന പ്രകൃതി ഗുണങ്ങളാൽ പ്രകൃതിയായി മാറുമ്പോൾ ആ പ്രകൃതിക്ക് പല ഗുണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ വിരൽമേലെ ഒരു എലിയുടെ രൂപം എടുത്ത് പിടിപ്പിച്ചാൽ എലിയായി തോന്നും. ഒരു പൂച്ചയുടെ ചെറിയ രൂപം ഉണ്ടാക്കിയാൽ പൂച്ചക്കുട്ടിയുമായി തോന്നും. അപ്പോൾ എന്താണോ ഫിക്സ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ശരീരമാണോ ഫിക്സ് ചെയ്യുന്നത്, അതാണ് പ്രകൃതി ഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലായി അനുഭവപ്പെടുന്നതാണ്. എല്ലാം ബ്രഹ്മം തന്നെയാണ്, അങ്ങും ഈശ്വരൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ ഭേദമനുസരിച്ച് പ്രത്യക്ഷമാകുകയും, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചത് ഭേദം വ്യത്യാസമായിട്ടാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് പലതരത്തിലാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യക്ഷമാവുകയും മറയുകയും ചെറുതാകുകയും വലുതാവുകയും എല്ലാം ചെയ്യുന്നു. പഞ്ചഭൂതങ്ങളെ കൊണ്ടൊരു ശരീരം ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ ചെറുതാകും, ചിലപ്പോൾ അത് വലുതായി മാറും, ചിലപ്പോൾ മറഞ്ഞുപോയി ഇല്ലാതായിപ്പോകും. അതോടുകൂടി ആത്മാവും ഏകസ്വരൂപമെങ്കിലും പല സ്വരൂപമായി വർത്തിക്കുന്നു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഓരോന്നുണ്ടാക്കുമ്പോൾ, പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ഓരോ വസ്തുക്കളെ കൊണ്ട്, പലതരം കരദ്രവ വാസകങ്ങളാണ് പഞ്ചഭൂതം. അതിനെക്കൊണ്ട് ഒരു തവളയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞ് ഈ ആത്മാവിൽ പിടിപ്പിക്കുമ്പോൾ ഈ ആത്മാവ് ഇതെല്ലാം കൂടിയിട്ട് തവളമാരി തോന്നും. അതിനെടുത്ത് കളയുമ്പോൾ ആളില്ലാതെയായി. ചിലപ്പോൾ ഇത് വലുതാവും, വലുതായി വരാമല്ലോ. നമ്മളിപ്പോൾ ഒരു ബലൂണാണ് ഇട്ടതെന്ന് വെച്ചോ, ബലൂൺ ഇടുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കിടക്കും. പിന്നെ കുറച്ച് കാറ്റടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലുതായി വരും. ചിലപ്പം വലുതാവും, ചിലപ്പം ചെറുതാവും. ഈ വലുതാവുന്നതും ചെറുതാവുന്നതും എല്ലാം എന്തിനെ കൊണ്ടാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള കളിയാണ്. പക്ഷേ അതിൻ്റെ ആത്മാവിനെ, അപ്പം അതിനനുസരിച്ച് ആത്മാവും അതാണെന്നൊരു തോന്നൽ ഉണ്ടാകും, സ്വരൂപമായി വർത്തിക്കും. 26. ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ട് നാനാത്വ ബുദ്ധി നശിച്ച വസുദേവൻ, നാനാത്വ ബുദ്ധി നശിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ പലതാണെന്ന് തോന്നുന്ന ബുദ്ധി നശിച്ചു. ഇപ്പോൾ ഒറ്റ ബുദ്ധിയുള്ള എല്ലാം എന്താണ്? ബ്രഹ്മമാണ്. സന്തുഷ്ടനായ മൗനഭാവം അവലംബിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചു. എല്ലാം ഈശ്വരൻ തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ.
എന്ന ഭാവത്തോടുകൂടി വായു കൂട്ടി നടത്തം. ദേവകീ ദേവി ഇനി 27, 28 ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയാടി ഇരിക്കുന്നുണ്ടല്ലോ. ദേവകീ ദേവി ഗുരുപുത്രനെ കൃഷ്ണന്മാർ രാമകൃഷ്ണന്മാർ കൂട്ടിക്കൊണ്ട് കാണിച്ചു കൊടുത്തത് ഓർത്തുകൊണ്ട്, അപ്പം ഇവൻ ഈശ്വരനാണല്ലോ. അപ്പം പണ്ട് എന്തോ ചെയ്ത് ഓർമ്മയുണ്ട്. എന്തെന്ന്? ഗുരുവിൻ്റെ പുത്രനെ, നഷ്ടപ്പെട്ടു പോയ പുത്രനെ കൂട്ടിക്കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. കംസനാൽ പലപ്പോഴായി കൊല്ലപ്പെട്ട പുത്രന്മാരെ ഓർത്ത് വ്യാകുലതയാൽ അശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് രാമകൃഷ്ണന്മാരെ വിളിച്ചിട്ട് ദീനതയോടെ പറഞ്ഞു. അപ്പോൾ പണ്ട് ഗുരുവിൻ്റെ പുത്രന്മാരെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ മക്കൾ കംസന്മാരെ കൊണ്ടെല്ലാം കുറേ എണ്ണം ചത്തിട്ടുണ്ട്. അപ്പോൾ ഇവളിലും എന്ത് ഭയങ്കര വ്യസനം തോന്നി, കുറേ മക്കളില്ലാതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രാമകൃഷ്ണന്മാരെ വിളിച്ചിട്ട് ദീനതയോടെ പറഞ്ഞു, സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹേ ബലരാമ കൃഷ്ണ, നിങ്ങൾ രണ്ടുപേരും ബ്രഹ്മാദികൾക്ക് കൂടി ഈശ്വരനായ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് കൂടി ഈശ്വരനായ ആദിമ പുരുഷനാണെന്നറിയുന്നു. അപ്പം നിങ്ങൾ ഈശ്വരനാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും വിഷ്ണു മഹേശ്വരന്മാരുടെ എല്ലാം ഈശ്വരനായ ആ ശ്രീഹരിയാണെന്ന് ഞാൻ മനസ്സിലാക്കും. ശ്രീഹരിയല്ല, അതിൻ്റെ അപ്പുറം പോയാൽ ബ്രഹ്മം തന്നെ, ആ രൂപവും ഭാവവും ഇല്ലാതെ. 30 കാലശക്തിയെ കവിഞ്ഞുകൊണ്ടുള്ളതും സത്വഗുണങ്ങളോടും എല്ലാ മര്യാദകളെയും അതിലംഘിക്കുന്നതും, കാലത്തെയും മറ്റുള്ളതിനെയും എല്ലാം അതിലംഘിക്കാൻ കഴിവുള്ള ശക്തി വിശേഷമാണ് അങ്ങ്. അങ്ങീ പ്രകൃതി നിയമങ്ങൾക്കൊന്നും ബാധകമുള്ളവനല്ല. അല്ലെങ്കിൽ ഗുരുവിൻ്റെ പുത്രനെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം കാലശക്തിയെ തന്നെ കവിഞ്ഞു നിൽക്കുന്നവരാണ് ആ ശ്രീഹരി. കാലമൊന്നും അതിന് ബാധകമല്ല. എന്ത് എപ്പം ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ പറ്റാനുള്ള കഴിവുണ്ട്. സത്വഗുണങ്ങളോടുകൂടി മര്യാദകളെയെല്ലാം, സത്വഗുണങ്ങളോടുകൂടിയുള്ള മര്യാദകളെയെല്ലാം ലംഘിക്കുന്നവനുമാണ്. അതൊന്നും ബാധകമല്ല. ഭൂമിക്ക് ഭാരമായി തീരുന്ന രാജാക്കന്മാരെ സംഹരിക്കുവാൻ വേണ്ടി അവതരിച്ചവനാണെന്നും അറിയുന്നു. ഭൂമിക്ക് ഭാരമായി നിൽക്കുന്നവരെല്ലാം കൊന്നു തീർക്കാൻ വേണ്ടിയാണ് ജനിച്ചത് എന്നുള്ള കാര്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി 31 യാതൊരുവൻ്റെ എന്ന് പറഞ്ഞാൽ ആ ശ്രീഹരിയുടെ അംശത്തിൻ്റെ ഭാഗമായ ഈ വിശ്വം, ശ്രീഹരി എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയ അംശം, ആ അംശത്തിൻ്റെ ഒരംശം ആയ വിശ്വം. അങ്ങനെയാണ് വിശ്വത്തിൻ്റെ അളവുള്ളത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ആ വലിയൊരു വിരാട് രൂപത്തിൻ്റെ കാലിലെ വിരലിൻ്റെ അറ്റത്തുള്ള ഒരു പൊടിയാണ് ഈ വിശ്വം. ആ വിശ്വത്തെ സൃഷ്ടിച്ചും സംഹരിച്ചും നടക്കുന്നത് ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നത് അതാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ 7 ലോകം എന്നുള്ള നിലയിൽ നമ്മൾ 7 ലോകങ്ങൾ. ഈ ലോകങ്ങൾ എന്ന് പറയുന്നത് ആ വിരാട് പുരുഷൻ്റെ ശ്രീഹരിയുടെ കാലിൻ്റെ അറ്റത്തെ ഒരു പൊടി മാത്രമാണ് ഈ 14 ലോകങ്ങൾ. അതിനെ സൃഷ്ടിച്ച് നശിപ്പിക്കുന്നതാണെന്ന്, അതിനെ ഉണ്ടാക്കുന്നു, ഇല്ലാതാക്കുന്നു. അതാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. അപ്പം ഭഗവാൻ അത്രയും വലിയവനാണ്. അതുകൊണ്ട് അങ്ങേർക്ക് സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വളച്ചുകെട്ടി പറയുകയാണ് ഒരു കാര്യം ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് വിചാരിച്ചാൽ നടക്കാതെ, ഇതെല്ലാം നിസ്സാര കാര്യമാണ്. 32 വളരെ കാലം മുമ്പ് മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്നു തരുവാനായി ഗുരുവായ സന്ദീപനി ആവശ്യപ്പെട്ടപ്പോൾ യമപുരിയിലേക്കെത്തി ഗുരുദക്ഷിണയായിട്ട് അവനെ കൊണ്ടുകൊടുത്തത് കേട്ടിട്ടുണ്ട്. വളച്ചു കെട്ടിയാണ് പറയുന്നത്. പണ്ട് ഗുരു ചോദിച്ചപ്പോൾ
സന്ദീപനിയുടെ പുത്രനെ ഗുരുദക്ഷിണയായിട്ട് എനിക്ക് ആവശ്യപ്പെട്ടപ്പോൾ പുത്രനെ കൊണ്ട് കൊടുത്തല്ലോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. യോഗേശ്വരന്മാരിൽ ഈശ്വരനായ, എല്ലാം പൊക്കിയടിച്ചുകൊണ്ടാണ് പറയുന്നത്. 33 യോഗേശ്വരന്മാരിൽ ഈശ്വരനായ നിങ്ങളിരുവരും ഇതേപോലെ എൻ്റെ ആഗ്രഹവും നിറവേറ്റിത്തരണം. കംസനാൽ കൊല്ലപ്പെട്ട എൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്. കംസനാൽ കൊല്ലപ്പെട്ട എൻ്റെ പുത്രന്മാരെയെല്ലാം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. 34 ശ്രീസുകൻ മാതാവിൻ്റെ ഇപ്രകാരമുള്ള ആവശ്യം കേട്ടപ്പോൾ ബലരാമനും കൃഷ്ണനും യോഗമായ സുതലമെന്ന അധോലോകത്തിലെത്തി. ബലരാമനും കൃഷ്ണൻ കേട്ട പാടെ തന്നെ നേരെ ഭൂമിക്കടിയിലെ സുതലത്തിലാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 പുത്രന്മാർ ഏതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 6 തലമുറകൾ ഘട്ടം ഘട്ടമായിട്ടുള്ള സൃഷ്ടി ചെയ്തതിൻ്റെ ശേഷം 6 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഘട്ടം എത്തുന്നതെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. അതെല്ലാം മൺമറഞ്ഞ പഴയ സംഭവങ്ങളാണ്. അവിടെ ഈ മാതാവിൻ്റെ തന്നെ പുത്രന്മാരായിട്ട് അതിനെ ചിത്രീകരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി അതിലേക്ക് വരാം. അവിടെ എത്തിച്ചേർന്ന ഈശ്വരനും തനിക്കേറ്റവും ദൈവവുമായ രാമകൃഷ്ണന്മാരെ അരികെ കണ്ട്, അപ്പോൾ ഇവരവിടെ എത്തിയപ്പോൾ, സുതലത്തിലെത്തിയപ്പോൾ ഈ ഈശ്വരന്മാരവിടെ രണ്ടുപേരും, ബലരാമനും കൃഷ്ണനും അവിടെ എത്തിയപ്പോൾ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായ കൃഷ്ണനെ നേരിൽ കണ്ടിട്ട് അവരുടെ ദർശനത്താൽ ആഹ്ലാദത്തിൽ മുഴുകിയ മഹാബലി, അപ്പം മഹാബലി അവിടെ ഇരിക്കുകയാണ്. ആഹ്ലാദത്തിൽ മുഴുകിയ മഹാബലി കുടുംബസമേതം എഴുന്നേറ്റ് നമസ്കരിച്ചു. അവിടെ മഹാബലി നല്ല സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇവരെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് കുടുംബസമേതം. ഇനി 36 മഹാന്മാരായ അവർ ഇരുവർക്കും, അപ്പം എല്ലാം ചെയ്യുന്ന മാതിരിയുള്ള ആദ്യ കാര്യങ്ങളെല്ലാം അതേപോലെ പറയും. അത് നമുക്കറിയാം. എന്താണ്? ഉത്തമമായ സിംഹാസനം കൊടുക്കും. എന്നിട്ട് അവരുടെ എല്ലാം കാല് കഴുകിയിട്ട് ആ ജലം എന്ത് ചെയ്തു? മഹാബലി ശിരസിലേറ്റുവാണ്. ഇതെല്ലാം എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. ഇനി 37 പിന്നെ നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം പണ്ടേ പറയുന്നു. വന്നു കഴിഞ്ഞാൽ ഉടുക്കാൻ മാറ്റാൻ വേണ്ടി വസ്ത്രം കൊടുക്കുന്നതാണോ എന്നറിയില്ല. നല്ല വസ്ത്രങ്ങൾ വന്നാക്ക് പിന്നെ മുഷിഞ്ഞ വസ്ത്രമായിട്ടാണല്ലോ വന്ന് കയറിയ ഉടനെ. നമ്മളൊരു അതിഥി വീട്ടിൽ പോയാൽ ആരും വസ്ത്രമൊന്നും തരുന്നില്ല മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഇരുത്തി പിടിച്ചിരുത്തി പുതിയ വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് ചന്ദനാദി ലേപനങ്ങളെല്ലാം എഴുതി വെറ്റില മുറിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെറ്റില മുല, പിന്നെ ഭദ്രദീപം കൊണ്ട് നല്ല ഭക്ഷണമെല്ലാം കൊടുത്ത് എന്നിട്ട് അവരെയെല്ലാം ആരാധിച്ചു. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരാളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തേക്കുക. ഇനി 38 മഹാബലി വീണ്ടും സന്തോഷാസുക്കളാൽ കോൾമയർ കൊണ്ടുകൊണ്ടും ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അതേ ആ സന്തോഷം കൊണ്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. മഹത്വമായ ആദിശേഷനും 39 ആദിശേഷനാണല്ലോ ആരായിട്ട് വന്നത്? ബലരാമനായിട്ട് വന്നത്. ലോകകർത്താവായ ശ്രീകൃഷ്ണമൂർത്തിക്കും നമസ്കാരം. ആദ്യം രണ്ടുപേർക്കും നമസ്കാരം പറയുന്നു. ജ്ഞാനശാസ്ത്ര കർമ്മശാസ്ത്ര പ്രവർത്തകനായി എങ്ങും നിറഞ്ഞ പരമാത്മാവിന് നമസ്കാരം. യഥാർത്ഥത്തിൽ പരമാത്മാവ് ആ ബ്രഹ്മം ആണ് ജ്ഞാനശാസ്ത്രവും കർമ്മശാസ്ത്രവും ആയിട്ട് പ്രവർത്തകരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെല്ലാം പ്രവർത്തകരാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പ്രവർത്തകരായിട്ട് വന്നിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ജ്ഞാനത്തിലൂടെയും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
ഇവിടെ എന്താണ് കർമ്മം? അധർമ്മികളെയെല്ലാം കൊണ്ടുകൊടുക്കണം. അങ്ങനെ വന്നത് തന്നെയാണ്. ഇവിടെ വന്നത് വേറെ ആവശ്യത്തിന്. ആ പരമാത്മാവിന് നമസ്കാരം. 40 ഭവാന്റെ ദർശനം പ്രാണികൾക്കും ദുർലഭമാണ് എന്നിരിക്കലും, പ്രാണികൾക്ക് പോലും ഭവാന്റെ ദർശനം ദുർലഭമാണ്. പക്ഷേ ദുർലഭമല്ലാതായും ഭവിക്കാറുണ്ട്. ചിലപ്പോൾ ദുർലഭമല്ലാതെ നേരിട്ട് കാണാനും പറ്റുന്നുണ്ട്. അത് ഇവരെ അനുഭവം വെച്ച് പറയുകയാണ്, ഇവരെ സംബന്ധിച്ച്. കാരണം രാജസവും താമസവുമായ ഞങ്ങൾക്ക് ദർശനം മുമ്പ് ലഭിച്ചു. നമുക്ക് പണ്ട് രാജസ സ്വഭാവ രജോ ഗുണമായിരുന്നു, തമോ ഗുണവും കൂടിയതായിരുന്നു നമ്മൾ. അല്ല, നല്ല ആൾക്കാരല്ല, സത്വഗുണമല്ല. രജോ ഗുണവും തമോ ഗുണവും ഉണ്ടായിരുന്നവരായിരുന്നു. രാജാവെല്ലായിട്ട് വിലസുകയായിരുന്നു ആര്? മഹാബലി. അന്നേരമാണ് ദർശനമായി വന്നിട്ട് ഭൂമി 3 അടി വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം നമുക്ക് അസുര സ്വഭാവമായിട്ട് ഇരുന്നു കൊണ്ടും ചിലപ്പോൾ നമ്മുടെ മുമ്പിലെല്ലാം വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് ആരെ മുമ്പിൽ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ മുമ്പിൽ പണ്ട് വന്നിട്ടുണ്ട്. 41, 42, 43 ദൈത്യന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, പിശാചുക്കൾ, ഭൂതദായകന്മാർ, അങ്ങനെയുള്ള ഞങ്ങളും. അപ്പം നല്ല ദേവന്മാരും അസുരന്മാരും, നമ്മൾ അസുരന്മാരാണ്. മറ്റുള്ളവരും വിശുദ്ധ സത്വഗുണത്തിൻ്റെയും അധിഷ്ഠാതാവും ധർമ്മശാസ്ത്രവുമായിരുന്ന ശരീരം പൂണ്ടവരുമായ വിശുദ്ധ സത്വഗുണങ്ങളോട് കൂടിയിരുന്നവരതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതെല്ലാം സത്വഗുണമുള്ളല്ല. കാരണം ദൈത്യന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാരുടെ കൂടെ യക്ഷന്മാരും രാക്ഷസന്മാരും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ രജോ തമോ ഗുണങ്ങളെല്ലാം ഉള്ള ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, വിശുദ്ധ സത്വഗുണത്തിൻ്റെയും അധിഷ്ഠാതാവും ധർമ്മശാസ്ത്രവുമാവുന്ന ശരീരം പൂർണ്ണവനുമായ നിന്തിരുവടിക്ക്, നിന്തിരുവടിയാണെങ്കിൽ സത്യഗുണങ്ങളോട് കൂടിയതാണ്, എല്ലാ ഗുണങ്ങളും ചേർന്നതാണ്. ഏത് കാലത്തും ബദ്ധവിരോധം ചേർന്നവരാണ് ചിലർ. അങ്ങ് സത്വഗുണത്തിൻ്റെ അധിപനാണ്. എല്ലാ നല്ല ഗുണങ്ങളുടെയും എല്ലാ ഗുണങ്ങളും ചേർന്നവരാണ്. സത്വഗുണത്തിൻ്റെ സ്വഭാവമുള്ളവരാണ്. അങ്ങനെയുള്ള അങ്ങയോട് ഞങ്ങൾക്ക് ബദ്ധവിരോധമായിരുന്നു. അതായത് അസുരന്മാരായ ഇവര് ബദ്ധവിരോധമായിരുന്നു. ചിലർ മുന്തിയ ബദ്ധവിരോധികളായിരുന്നു. നമ്മളും ബദ്ധവിരോധികളാണ്. ചിലവരാണെങ്കിൽ ഭയങ്കര മുന്തിയ ബദ്ധവിരോധികളായിരുന്നു. ചിലർ കാമത്താലുള്ള ആഗ്രഹത്താൽ നിന്തിരുവടിയോടുകൂടി അടുത്തവരാണ്. ചിലര് കാമത്താലുള്ള ആഗ്രഹത്താൽ, കാമം വലത് നേടാനുള്ള താല്പര്യത്തോടു കൂടി അങ്ങയോട് അടുത്തവരാണ്. ദേവതകളിൽ സത്വഗുണമുള്ളവരെങ്കിലും അത്ര അടുത്തവരല്ല. എന്നാൽ ദേവന്മാരെന്ന് പറയുന്നത് സത്വഗുണമുള്ളവരാണ്, പക്ഷേ അങ്ങയോട് അത്ര അടുത്തവരല്ല. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ പറഞ്ഞിട്ട്, എല്ലാ ദേവന്മാരും അസുരന്മാരും എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദേവന്മാർ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലുള്ള ഈ വസ്തുക്കളെല്ലാം, കാണുന്ന എല്ലാ വസ്തുക്കളും ദേവന്മാരാണ്. അവർ ഈശ്വരനുമായിട്ട് അടുപ്പൊന്നുമില്ല. അത് പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദേവന്മാർക്കൊന്നും ആ നിർഗുണമായ ഈശ്വരനെ മനസ്സിലായിട്ടില്ല. അപ്പം ദേവന്മാരുടെ കാര്യം അങ്ങനെയാണ്. അവർക്ക് ഈശ്വരനൊന്നും അറിയില്ല. അവരവരുടെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. എന്നാൽ ചിലര് കാമത്താലുള്ള ആഗ്രഹം കൊണ്ട്, എന്തെങ്കിലും സാധിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങയുടെ പിന്നാലെ നടത്തുന്നവരാണ്. അതാരാണ്? ഈ ഇന്നത്തെ കാലത്തെ ആത്മീയവാദികൾ, അല്ല ദൈവവിശ്വാസികൾ എന്ന് വേണമെങ്കിൽ
പറയും എന്തെല്ലോ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നവരാണ്. എന്നാൽ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ വലിയ വിരോധമായിട്ട് നടക്കുന്നവരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും എല്ലാം. പിന്നെ ചിലവർ ബദ്ധവിരോധികളാണ്. ബദ്ധവിരോധികൾ എന്ന് പറഞ്ഞാൽ അസുരന്മാർക്ക് ദേവന്മാരെ ഈ ഈശ്വരനെ കണ്ടെടുത്ത് കണ്ടുകൂടാ. ഈ വിഷ്ണുവിനെ പ്രത്യേകിച്ച്, ശിവനോടൊന്നല്ല, വിഷ്ണുവിനെ തീരെ കണ്ടെടുത്ത് കണ്ടുകൂടാവരുണ്ട്. ചിലവർ ബദ്ധവിരോധികളാണ്, ചിലവർ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരന്മാരെല്ലാം ഉള്ളതാണ്. പിന്നെ ഭക്തന്മാരെന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തിയും കൊണ്ട് പിന്നാലെ നടക്കുന്നവരാണ്. പിന്നെ ബാക്കിയുള്ള ഈ തേങ്ങ മാങ്ങ അവർക്കൊന്നും അതെല്ലാം ദേവതകൾ തന്നെയാണ്. പക്ഷെ അവർക്ക് പിന്നെ ഈശ്വരനുമായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നും ഇല്ല. അപ്പം എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞിട്ടും എൻ്റെ 44 പറയാണ്, യോഗേശ്വരന്മാരെ പോലും നിന്തിരുവടിയുടെ യോഗമായി ഇന്ന രൂപത്തിലാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. യോഗികൾ, പിന്നെയുള്ളവർ യോഗികളാണ്. ഇതെല്ലാം ഈ ബ്രഹ്മജ്ഞാനം ഈ ഭൗതിക ലോകമെല്ലാം വിട്ടിട്ട് പോകുന്ന യോഗികളാണ്. അവർക്ക് പോലും നിന്തിരുവടിയെ ശരിയായ രൂപത്തിൽ, പൂർണ്ണ രൂപത്തിൽ എന്താണ് ഈ ഈശ്വരൻ എന്ന് പൂർണ്ണ രൂപത്തിൽ മനസ്സിലായിട്ടില്ല. ഞങ്ങളെങ്ങനെ അറിയാം? പിന്നെ ഞങ്ങളെ കാര്യം ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്കൊട്ടും അറിയാൻ പറ്റില്ല. യോഗികൾക്ക് പോലും അറിയുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? ഒന്നിലും അപേക്ഷയില്ലാതെ, അതായത് ഒന്നിലും താല്പര്യമില്ലാതെ, 45 മുക്തി നേടുന്നവരിൽ നിന്നും വേറിട്ട് ഗൃഹമാകുന്ന പാഴ്ക്കിണറ്റിൽ നിന്ന് കരകേറി ലോകത്തിനു മോശമേകുന്ന വൃക്ഷങ്ങളുടെ മുരട്ടിൽ ലഭിച്ച സമ്പത്ത് ദിവസവൃത്തിയോടുകൂടി ശാന്തനായി ഒറ്റക്കായി അല്ലാത്ത പക്ഷം ഭക്തന്മാരോടൊത്തോ എങ്ങനെ അങ്ങനെയുള്ള ജനസമ്പർക്കം കൊണ്ടോ ഏതു വിധത്തിൽ എങ്ങനെ വേണമെന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തിങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഏത് തരത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന നിലയിൽ അങ്ങ് നമ്മളെ അനുഗ്രഹിക്കണം. എന്തെല്ലാണ് പറയുന്നത്? ഒന്നിലും അപേക്ഷയില്ലാതെ മുക്തി നേടിവരുന്നവരിൽ നിന്നും വേറിട്ട്. നമ്മളെങ്ങനെയാണ് നിൽക്കുന്നത്? ഒന്നിലും അപേക്ഷയില്ലാതെ മുക്തി നേടാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മോഷണം നടക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, ഈ ജീവിതമേ വേണ്ട, ഭാര്യയും മക്കളെയെല്ലാം കളഞ്ഞിട്ട് പോകുന്ന, മോഷണം നടക്കാൻ പോകുന്ന ആൾക്കാർ. അവരിൽ നിന്നും വേറിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ജീവിതം അതുപോലെയല്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ ജീവിതമാണ് അങ്ങ് തന്നിരിക്കുന്നത്. അങ്ങ് തന്നെയാണ് നമ്മളായിട്ട് വന്നിരിക്കുന്നത്. വേറിട്ട് ഗ്രഹമാകുന്ന പാഴ്ക്കിണറ്റിൽ വീണ്, ഗ്രഹമാകുന്ന ഗൃഹസ്ഥാശ്രമം വഹിച്ചുകൊണ്ട് പണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. എവിടെ? കേരളം ഭരിച്ചു എന്നാണ് പണ്ട് പറയുന്നത്. അങ്ങനെയല്ല, എല്ലാം ലോകം മുഴുവൻ ഭരിച്ചതായിരുന്നു. 3 ലോകം ഭരിക്കുകയായിരുന്നു മഹാബലി. കുടുംബമായിട്ട് അവിടെ ഭരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു പാഴ്ക്കിണറ്റാണ്. ആകെ കഷ്ടപ്പാട് ദുരിതത്തിലെല്ലാം തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും കരകയറ്റിയിട്ട്, അപ്പോൾ അവിടെ നിന്ന് മോഷം വീഴും. 3 അടി കൊടുത്തപ്പോൾ നീ ഇങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരകയറ്റിയിട്ട് ലോകത്തിന് മോശമേകുന്ന വൃക്ഷത്തിൻ്റെ, ഈ വൃക്ഷങ്ങളെല്ലാം ലോകത്തിന് മോശമേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, എല്ലാവർക്കും തണ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ മുരട്ടിൽ ലഭിച്ച സമ്പത്ത്, മുരടിൽ ലഭിച്ച സമ്പത്ത് ആ വൃക്ഷത്തിൻ്റെ വേരങ്ങ് അടിയിൽ പോകുന്ന പാതാള ലോകത്താണ്. ആ പാതാള ലോകത്താണ് നമുക്കുള്ള സമ്പത്തായിട്ട് ഇപ്പം തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടുംബാശ്രമ ധർമ്മ, ഗൃഹസ്ഥാശ്രമ ധർമ്മമെല്ലാം ചെയ്തുകൊണ്ട് 3 ലോകം ഭരിക്കുമ്പോൾ നമ്മളെ അവിടെ നിന്ന് പിടിച്ചിറക്കിയിട്ട് ലോകത്തിന് മുഴുവൻ ആശ്രയമായി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവടെവിടെയാണുള്ളത്? പാതാളത്തിൽ. ആ പാതാളത്തിലാണ് നമുക്ക് സ്ഥലം തന്നിരിക്കുന്നത്.
പാതാളത്തിലേക്കാണല്ലോ ചവിട്ടിത്താഴ്ത്തിയത്. അവിടെ ദിവസം ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ എങ്ങനെ ശാന്തനായിട്ട്, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളെങ്ങനെ പോവുകയാണ്. ശാന്തരായിട്ടാണ് ഇപ്പോഴത്തെ ഇരിപ്പ്. ഒറ്റക്കാണോ അല്ല ഇനി വല്ല ഭക്തന്മാരോട് കൂടി വേണമോ എന്നെല്ലാം അങ്ങ് തീരുമാനിച്ചിട്ട് നമ്മൾ അനുഗ്രഹിച്ചിട്ട് അതുപോലെ താമസിക്കാൻ അങ്ങ് അനുഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. നമ്മളിവിടെ കഴിഞ്ഞോളാം, ഇതേപോലെ തന്നെ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, ഇതേപോലെ എങ്ങനെ ജീവിക്കണം എന്നൊന്ന് പറഞ്ഞാൽ മതി. ഒറ്റക്ക് താമസിക്കണോ, ഇവിടെ ഏകാന്തമായി വസിക്കണോ, അല്ല ഭക്തന്മാരോടെ കൂട്ടുമായിട്ട് ജീവിക്കണോ എന്നെല്ലാം അങ്ങ് പറഞ്ഞേച്ചാൽ മതി, നമ്മളതുപോലെ ഇവിടെ ജീവിച്ചോളാം. അത് മഹാബലി പറയുകയാണ്. എന്നിട്ട് 46 പറയാണ്, ഹേ രക്ഷിതാവേ, ഞങ്ങളോട് ആജ്ഞാപിച്ചാലും ഞങ്ങളുടെ പാപമുക്തി, നമ്മളെ പാപമുക്തരാക്കിയാലും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് ആജ്ഞാപിക്കുക, ഞങ്ങളെ പാപമുക്തരാക്കിയാലും. ഇനി 47, ഭഗവാന്റെ ആജ്ഞയെ ശിരസ വഹിക്കുന്നവർ വിധി നിഷേധമായ ധർമ്മശാസ്ത്ര ഉപദേശത്തിൽ നിന്നും വിമുഖനായി വപിക്കുന്നു. ഭഗവാന്റെ ആജ്ഞയെ ശിരസ വഹിക്കുന്നവർ, ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവര് വിധി നിഷേധമായ ധർമ്മശാസ്ത്ര ഉപദേശത്തിൽ നിന്നും വിമുഖനായി ഭവിക്കുന്നു. പിന്നെ ഈ ഭൗതിക ലോകത്തിലുള്ള ശാസ്ത്രതത്വങ്ങളിലും വേദങ്ങളിലും ഒന്നും അവർക്ക് പിന്നെ താല്പര്യമുണ്ടാവില്ല. ആര്? ഭഗവാനെ മാത്രം ചിന്തിക്കുന്നവർക്ക് ഈ ധർമ്മശാസ്ത്രങ്ങളിലൊന്നും, വിധി നിഷേധമായ ഈ ധർമ്മശാസ്ത്രങ്ങളിലൊന്നും ഒരു താല്പര്യം അവർക്കുണ്ടാവില്ല. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വേദങ്ങളെയെല്ലാം ഉപേക്ഷിക്കണം. പിന്നെ ജ്ഞാനം എന്ന അതൊന്നും വേണ്ട, എല്ലായിടത്തും ദൂരെ കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞിട്ട് അങ്ങ് പോയിക്കൊള്ളുക. വെറും ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് പോയിക്കൊള്ളുക. പിന്നെ 48 ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, ഒന്നാമത്തെ മന്വന്തരത്തില്, ഇപ്പോൾ ഒന്നാമത്തെ മന്വന്തരം മുതൽ നമ്മൾ 7ാമത്തെ മന്വന്തരത്തിലെ കഥയാണ് പറയുന്നത്. ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള മന്വന്തരങ്ങളിലൂടെ പുത്രന്മാരെ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിലെല്ലാം ഇതേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന 7ാമത്തേല്. അപ്പോൾ 1ാമത്തെ മന്വന്തരത്തിലെ മരീചി മഹർഷി ഊർണി എന്നവളിൽ 6 പുത്രന്മാർക്ക് ഉണ്ടായിരുന്നു. അവക്ക് ഊർണി എന്നവളിലെ മരീചിക്ക് അന്ന് 6 പുത്രന്മാരുണ്ടായിരുന്നു. ആ ദേവന്മാർ അവർ 6 പേര് എന്ത് പാപമാണ്, തെറ്റാണ് ചെയ്തതെന്ന് വെച്ചാൽ പുത്രിയെ സംഗമിക്കുവാൻ പുറപ്പെടുന്ന ബ്രഹ്മാവിനെ നോക്കി പരിഹസിച്ചു. ഇതാണ് കുഴപ്പത്തിന് കാരണം. ബ്രഹ്മാവ് പുത്രിയുമായിട്ട് സംഗമിച്ചിട്ടാണ്, അത് സംഗമിക്കാൻ പോയപ്പോൾ അത് കണ്ടിട്ടാണ് പരിഹസിച്ചത്. ആര്? ഈ 6 പുത്രന്മാർ. മരീചിയുടെ ആദ്യത്തെ 6 പുത്രന്മാർ പരിഹസിച്ചപ്പോഴാണ് ശാപം കൊടുത്തത്. അങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ബ്രഹ്മാവ് സ്വപുത്രി എന്ന് പറയുമ്പോൾ ആദ്യം ബ്രഹ്മാവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവാണല്ലോ സൃഷ്ടി തുടങ്ങുന്നത്. ഇപ്പം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് എന്താണ്? പുത്രിയാണ്. ആ പുത്രിയിലൂടെയാണ് പിന്നെ എന്തുകൊണ്ട് ബാക്കിയെല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ പുത്രിയായി ചേർന്നിട്ടാണ് ദ്വയമാക്കിയല്ലേ ബ്രഹ്മാവ് ഒന്നിനെ സൃഷ്ടിക്കുന്നു. പ്രകൃതിയെ സൃഷ്ടിക്കും. ബ്രഹ്മാവ് ഒരു ശക്തിയാണ്, അത് പുരുഷനായിട്ടെടുക്കുക. ഒരു പ്രകൃതിയെ സൃഷ്ടിക്കുന്നു. ആ പ്രകൃതിയിലൂടെയാണ് പിന്നെ ബ്രഹ്മാവെല്ലാം സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നിലയിലാണ് ബ്രഹ്മാവിൻ്റെ പുത്രി എന്ന് പറഞ്ഞത്. അപ്പം ബ്രഹ്മാവ് പുത്രിയായിട്ട് സംഗമിക്കാൻ നോക്കുമ്പോൾ ആദ്യത്തെ മരീചി, ആ മരീചിക്ക്
6 പുത്രന്മാരുണ്ട്. ആ 6 പുത്രന്മാരെ ഇത് നോക്കിയിട്ട് പരിഹസിച്ചു. ആ ദുഷ്ടപ്രവൃത്തിയെ 49 ആ ദുഷ്ടപ്രവൃത്തിയെ അവർ ഉടനെ അസുരന്മാരായിട്ട് ജനിച്ചു. ആ ദുഷ്ടപ്രവൃത്തിയാലാണ് അവർ അസുരന്മാരായിട്ട് ജനിച്ചത്. ഹിരണ്യകശിപിൽ നിന്നും ഉത്ഭവിച്ചവരായി ഒടുവിൽ ദേവകിയുടെ ഗർഭത്തിലും ജനിച്ചു. അങ്ങനെ മാറി മാറി വന്ന് അവസാനം ഇവർ ദേവകിയിലൂടെയാണ് ഈ 6 പുത്രന്മാരെ ഓരോന്നായിട്ട് ജനിച്ചത്. അവരെയെല്ലാം എന്ത് ചെയ്തു? കംസൻ കൊല്ലുകയും ചെയ്തു. ഇതെല്ലാം ശാപം കൊണ്ടുണ്ടായതാണെന്ന് ചുരുക്കി പറയുകയാണ്. അല്ലയോ ദൈത്യരാജാവേ, അവർ കംസനാൽ വിവിധ കാലയളവിൽ കൊല്ലപ്പെട്ടു. കംസൻ ഓരോ വർഷത്തിലും ഓരോ കുട്ടികളെ എന്ന നിലയിൽ പല കാലയളവിൽ ആ 6 പുത്രന്മാരെയും ദേവകിയിലുണ്ടായപ്പോൾ അവരെയെല്ലാമാണ് കൊന്നത്. ആ ദേവകി അവരെ തൻ്റെ മക്കളായി കരുതി ദുഃഖിക്കുകയാണ്. ഇപ്പോൾ ആ ദേവകി എന്ത് ചെയ്യാണ്? ആ 6 മക്കളും മരിച്ചത് തൻ്റെ മക്കൾ മരിച്ചല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ദുഃഖിച്ച് ഇരിക്കുകയാണ്. അവർ അങ്ങയുടെ അരികിൽ ഇരിപ്പുണ്ട്. അങ്ങനെ മരിച്ചവരിപ്പോൾ അങ്ങയുടെ അടുത്ത് ഇരിക്കുകയാണ്. അവർക്കൊന്നും സംഭവിച്ചില്ല, അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് പാതാളത്തിൽ. അമ്മയുടെ ദുഃഖം 50 അമ്മയുടെ ദുഃഖം തീർക്കുവാനായി ഇവരെ ഉടനെ കൂട്ടിക്കൊണ്ട് പോയേക്കാം. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് പോയേക്കാം. അനന്തരം ബ്രഹ്മശാപത്തിൽ നിന്നും അവർക്ക് മുക്തരാവുകയും ചെയ്യും. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർക്ക് ബ്രഹ്മാവിൻ്റെ ശാപം കൊണ്ടാണ് ഇതത്രയായത്. അവർക്ക് മോക്ഷം നൽകുക കൂടിയാണ് എൻ്റെ ലക്ഷ്യം. സന്താപം നീങ്ങിയതായി ഭവിച്ച സ്വർലോകത്തിലേക്ക് ഇവർ പിന്നെ തിരിച്ചു പോകും. സന്താപം നീങ്ങിയവരായി അവരുടെ സന്താപമെല്ലാം മാറിയിട്ട് സന്താപം നീങ്ങിയതായി ഭവിച്ചിട്ട് അവർ പിന്നീട് എന്തു ചെയ്യും? സ്വർഗലോകത്തിലേക്ക് പോയിക്കൊള്ളും. അവരുടെ പേര് പറയുകയാണ് 51 സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ശുദ്രഭൃത്, കൃണി എന്നീ 6 പേരും എൻ്റെ അനുഗ്രഹത്താൽ പിന്നീട് സ്വർഗലോകം പ്രാപിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ അനുഗ്രഹിച്ചിട്ട് നേരെ സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടും. ഇപ്രകാരം പറഞ്ഞ ശേഷം അവരെയും കൂട്ടിക്കൊണ്ട്, അതായത് മഹാബലിക്ക് എതിർപ്പൊന്നുമില്ല, സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു വിട്ടു. അവരെയും കൂട്ടിക്കൊണ്ട് ദ്വാരകയിലെത്തി മാതാവിന് പുത്രന്മാരെ കാണിച്ചു കൊടുത്തു. കൃഷ്ണനും ബലരാമനും കൂടിയിട്ട് ഈ 6 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുവന്ന് മാതാവിന് പുത്രന്മാരെ കാട്ടിക്കൊടുത്തു. 53 പറയുകയാണ്, ബാലന്മാരായ അവരെ കണ്ട് പുത്രവാത്സല്യത്താൽ മുലച്ചുരന്ന ദേവകി, മുലയിലെ പാലെല്ലാം വരാൻ തുടങ്ങി മക്കളെ കണ്ടപ്പം തന്നെ, അവരെ മടിയിൽ പിടിച്ചിരുത്തി വീണ്ടും വീണ്ടും നെറുകയിൽ ചുംബിച്ചു. അപ്പം പുത്രന്മാരെ കണ്ടപ്പം തന്നെ, സാധാരണ കുട്ടികൾ ജനിച്ചാലാണ് പാലുണ്ടാക്കുക, ഇത് കുട്ടികളെ കണ്ടപ്പോൾ തന്നെ പാലെല്ലാം വന്നു എന്നർത്ഥം. 54 യാതൊന്നിനാ പ്രപഞ്ച സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നുവോ? ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിൻ്റെ പിന്നിലുള്ളതാരാണ്? ആ മഹാവിഷ്ണുവിൻ്റെ മായയാൽ. മഹാവിഷ്ണുവിൻ്റെ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഈ ദേവകിക്കും ഇങ്ങനെ പുത്രവാത്സല്യം അതും ഇതുമെല്ലാം വരാൻ കാരണം. ആ മായയാൽ മോഹിതയായ ദേവകി പുത്രസ്പർശത്താൽ തന്നെ, ആ പുത്രന്മാരെ സ്പർശിച്ചപ്പോൾ തന്നെ പാൽ ചുരത്തുന്ന സ്തനത്തെ കുടിപ്പിച്ചു. സ്തനത്തിൽ പാലും ഉണ്ടായി, കുട്ടികളെ നല്ലവണ്ണം കുടിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ആ ശ്രീഹരിയുടെ മായയാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 55, 56 ശ്രീകൃഷ്ണൻ്റെ ഉച്ഛിഷ്ടമായതും ശ്രീകൃഷ്ണൻ കുടിച്ചിട്ട ബാക്കിയാണല്ലോ ഇത്. ശ്രീകൃഷ്ണൻ കുടിച്ചിട്ടുള്ള ബാക്കി പാലാണല്ലോ ഇത്. അമൃത സമാനവുമായ ദേവകിയുടെ പാൽ കുടിച്ചിട്ട്, അപ്പം കുട്ടികൾ കൃഷ്ണൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കും.
ശ്രീകൃഷ്ണന്റെ അംഗസ്പർശം നിമിത്തം സിദ്ധിച്ച ആത്മസ്ഥാനത്തോടു കൂടിയവരായിട്ട് അവർ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ, വസുദേവൻ, ദേവകി, ബലരാമൻ എന്നിവരെ നമസ്കരിച്ചിട്ട് എല്ലാ ജനങ്ങളും നോക്കി നിൽക്കെ ദേവലോകത്തിലേക്ക് പോയി. ആ പാല് കുടിച്ചപ്പോൾ തന്നെ, കൃഷ്ണന്റെ സ്പർശനമേറ്റപ്പോൾ തന്നെ അവർക്ക് മോക്ഷം പ്രാപിച്ചിട്ട് അവർ നേരെ ദേവലോകത്തിലേക്ക് പോയി. 57. ദേവകി ആ മക്കളുടെ വരവും പോക്കും കണ്ട് വിസ്മയിച്ച്, വരവും കണ്ട് പോക്കും കണ്ട് പെട്ടെന്ന് വിസ്മയിച്ചിട്ട് അവയെല്ലാം കൃഷ്ണന്റെ മായയായി കണക്കാക്കി. ശ്രീകൃഷ്ണൻ എല്ലാം കൃഷ്ണന്റെ മായയാണ്. അറ്റമില്ലാത്ത പരാക്രമങ്ങളോടുകൂടിയ കൃഷ്ണന്റെ ഇതേപോലെയുള്ള പരാക്രമങ്ങൾ അനേകമുണ്ട് എന്ന് പറയുകയാണ്. അതിന് കണ്ണിയും കണക്കുമില്ല. കൃഷ്ണന്റെ പരാക്രമങ്ങൾക്ക്, ഇത്തരം പരാക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് 59 സൂതൻ പറയുകയാണ്, പാപ നിർമാർജകനായ, ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, കേൾക്കുന്ന ഭക്തരുടെ കാതുകൾക്ക് ഇമ്പം നിറക്കുന്ന, ഇത് കേൾക്കുമ്പോൾ ഭക്തന്മാരുടെ കാതുകളിൽ ഇമ്പം ഉണ്ടാക്കുന്ന ഈ കഥകളെ പറ്റിയാണ് പറയുന്നത്. ശുഗബ്രഹ്മർഷിയാൽ വർണ്ണിക്കപ്പെട്ടതുമായ, ശുഗബ്രഹ്മർഷിയാണ് ഇവിടെ ഇത് വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ ജന്മമരണ ഭയത്തെ അകറ്റും. ഈ കഥകൾ കേൾക്കുന്നത് ജന്മമരണ, ആര് കേൾക്കുന്നു അവരുടെ ജനനം മരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭയങ്ങളും അകറ്റി ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷേമലോകത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ അത് സഹായിക്കും. അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയായിത്തീരും ഈ കഥകൾ കേൾക്കുന്നത്.